കുടുംബക്കാരോട് അന്വേഷിക്കുകയാണ്. എങ്ങനെയാണ് ഉമർത്തങ്ങളെ ശരീരത്തിൽ കറുത്തടയാണെന്ന് പ്രത്യക്ഷപ്പെട്ടത്. ആ സമയത്താണല്ലോ കുടുംബക്കാർ പറഞ്ഞത്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങളുടെ സ്വഹീഫത്തുണ്ടല്ലോ, ആ സ്വഹീഫത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങളെ താൻ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനുമായി എഴുതി വെക്കുകയാണ്. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം എത്തിക്കഴിഞ്ഞാൽ ആ ഡയറി അതാ തുറന്നു നോക്കുകയാണ്. ആ ഡയറി തുറന്നു നോക്കുമ്പോ കുല്ലമാ ബല്ലഗ ശൈഉ ഫീ ഗൈരി അല്ലാഹുവിന്റെ റിളയിലല്ലാതെ ആ ആഴ്ച താൻ എന്തെങ്കിലും ചെയ്തതായി കണ്ടാൽ ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരത്തിനെ അടിക്കുകയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ആഴ്ചയെങ്ങാനും അല്ലാഹുവിന്റെ റിളയിലല്ലാതെ എന്തെങ്കിലും തന്റെ ശരീരത്തിനോട് അതിക്രമമായി നീ ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ അഥവാ ചെയ്തു പോയതെങ്കിൽ വലിയ സബഉൽ മുബിഖാത്തല്ല, വലിയ ഹറാമുകളല്ല, എന്തെങ്കിലും അല്ലാഹുവിന്റെ റിളയിലല്ലാതെ താൻ ചെയ്തതായി കണ്ടാൽ ചാട്ടവാറുകൊണ്ട് സ്വന്തം ശരീരത്തിന് അടിക്കുകയാണ്. അങ്ങനെ അടിച്ചടിച്ച് മുറിവായതാണ് ആ ശരീരത്തുള്ള കറുത്തടയാളങ്ങൾ. യൗലമുമ്മത മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് മുജാഹദത്തുൻ ബിന്നഫ്സി. മഹാനായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹാനല്ലാഹ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെ ഇസ്മെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ സദാ സമയത്തും കരച്ചിലാണ്. കരഞ്ഞ് കരഞ്ഞ് തൗബ ചെയ്ത് തന്റെ രണ്ട് കബളിലും അതാ കറുത്ത രണ്ട് വരകൾ പ്രത്യക്ഷപ്പെടുകയാണ്. മഹാനായ റബീഉൽ സുലൈം റളിയല്ലാഹു തആല അൻഹു സുബ്ഹാനല്ലാഹ് മഹാരഥന്മാരെ ചരിത്രം മുഴുവൻ പരിശോധിച്ചു നോക്കുമ്പോൾ അവയവങ്ങളെ സൂക്ഷിച്ച് ജീവിച്ചവരാണ്. സദാസമയം ദിക്റുല്ലാഹ്. ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തിയ സോമു ഖവാസിൽ ഖവാസ്, പ്രത്യേകക്കാരായ മഹാരഥന്മാരായ ഔലിയാക്കന്മാർ നോമ്പ് ഇന്നലെ പരിചയപ്പെടുത്തിയ മഹാരഥന്മാർ അവരിൽപ്പെട്ടവരാണ് റബീഉ ഇബ്നു സുലൈം റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ് താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനാണല്ലോ മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല നമ്മുടെ പ്രിയപ്പെട്ട ശിഷ്യനാണല്ലോ. സദാ സമയത്തും കരച്ചിലാ, എപ്പോ നോക്കിയാലും രാത്രിയായാൽ കരച്ചിലാ. വീട്ടുകാർക്ക് ടെൻഷനായി. എന്തിനാ കരയുന്നത് അറിയൂല, എന്തിനാ കരയുന്നത് വീട്ടുകാർക്കറിയൂല. ഉസ്താദായ ഇബ്നു മസ്ഊദ് തങ്ങൾ അരികിൽ പോയി പറയുന്നു, ഞങ്ങളുടെ മകനായ റബീഉ ഇബ്നു സുലൈം റളിയല്ലാഹു തആല അൻഹു സുബ്ഹാനല്ലാഹ് എപ്പോഴും കരച്ചിലാണ്. കാരണം എന്തെന്നറിയൂല. ആ സമയത്താണല്ലോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മഹാനായ റബീഉ തങ്ങളോട് ചോദിക്കുന്നു, മല്ലദി അബ്കാ, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്ത് വസ്തുവാ നിങ്ങൾ കരയിപ്പിച്ചത്? ആ സമയത്ത് മറുപടി പറയുന്നു, രാത്രിയായാൽ ഖബറിന്റെ ഇരുളാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്, പകലായാൽ അല്ലാഹുവിന്റെ ഹിസാബാന്റെ ലൗ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅഹബ്ബക റബീഅ, നിന്നെങ്ങാനും അല്ലാഹുവിന്റെ ഹബീബ് കണ്ടിരുന്നുവെങ്കിൽ ലഅഹബ്ബക, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെടുമായിരുന്നു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു
ഈ മഹാരഥന്മാരെ കരയിപ്പിച്ചത്, ഈ മഹാരഥന്മാരെ മനസ്സിന്റെ ഉല്ലാസത്തെ തകർത്ത് കളഞ്ഞത്, സിരിയ ഇല്ലാതെയാക്കിയത് ഈ ദുന്യവിയായ ജീവിതത്തിന്റെ പുറമെ മറ്റൊരു ജീവിതമുണ്ടെന്നുള്ള ഹഖായിഖിലേക്ക്, ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഹൃദയങ്ങളെ സ്വതന്ത്രമാക്കിയതല്ലേ. സുബ്ഹാനല്ലാഹ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു കഴുതയുടെ, അതല്ലെങ്കിൽ മറ്റൊരു വായത്തിൽ കാണാം, ഒരു കുതിരയുടെ മുകളിലൂടെ സഞ്ചരിക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്റെ അദാബിന്റെ ആയത്ത് കേൾക്കുകയാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഅ. ഇന്ന അദാബ റബ്ബിക ലവാഖിഉ. നിശ്ചയമായി നിന്റെ റബ്ബിന്റെ അദാബ് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. ആർക്കാരുടെ എന്റെ അദാബിനെ തടഞ്ഞു വെക്കാൻ കഴിയുക? ഒരാൾക്കും തന്നെ എന്റെ അദാബിനെ തടഞ്ഞു വെക്കാൻ കഴിയൂല എന്ന് പറയുന്ന അല്ലാഹുവിന്റെ അതിഗൗരവമുള്ള സംസാരം കേട്ടപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങള് താൻ സഞ്ചരിക്കുന്ന മൃഗത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കതാ ബോധരഹിതനായി വീഴുകയാണ്. ഫലം യഖ്റുജ് മിൻ ബൈതിഹി ശഹ്റാ. ഒരു മാസക്കാലം തന്നെ വീട്ടിൽ നിന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, വെളിയിലേക്ക് വന്നിട്ടില്ല. ഒരു മാസക്കാലം പുറത്തേക്ക് വന്നിട്ടില്ല. രോഗിയാവുകയാണ്, പനി പിടിക്കുകയാണ്. എന്റെ കൂട്ടുകാരായ സ്വഹാബത്തതാ ഉമർ തങ്ങളെ കാണാൻ പോകുമ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങള് ഒരു കൊച്ചുകുട്ടി പൊട്ടിക്കരയുന്നത് പോലെ കരയാ. അല്ലാഹുവേ, എന്റെ ഉമ്മയെങ്ങാനും എന്നെ പ്രസവിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങൾ പൊട്ടിക്കരയാ. എന്താ കാരണമെന്നറിയോ? ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഅ. ഈ ആയത്തിൽ ചിന്തിച്ചു പോയി. മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെയും മഹാന്മാരായ മുൻഗാമികളുടെയും സലഫു സ്വാലിഹീങ്ങളുടെയും വേണ്ട ഈ അടുത്ത കാലത്തിൽ വഫാത്തായി പോയ മഹാരഥന്മാരെ ചരിത്രം നോക്കിയാൽ മുഴുവനും അങ്ങനെയാണ്. ഇന്നലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. അവയവങ്ങളെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് വലിയ കഷ്ടപ്പാട് തന്നെയാണ്. മഹാരഥന്മാര് മനുഷ്യന്റെ ആത്മീയപരമായ ദറജകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നഫ്സുൽ ലവ്വാമ, നഫ്സുൽ അമ്മാറ, അതുപോലെ നഫ്സുൽ ലവ്വാമ മുൽഹിമ, മുത്മഇന്ന, റാദിയ, മർദിയ, കാമില എന്നിങ്ങനെ മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല തങ്ങളെ പോലത്തെ മഹാരഥന്മാർ പരിചയപ്പെടുത്തുന്നത് കാണാം. ഒരു മനുഷ്യന്റെ ആദ്യത്തെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് സുബ്ഹാനല്ലാഹ് അമ്മാറ എന്ന് പറയുന്നത്. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ. അതൊരു വല്ലാത്ത വാക്കാനാണ്. ഒരു മനുഷ്യന്റെ ഹൃദയം അവനോട് തെറ്റുകൊണ്ട് കൽപ്പിക്കുമെന്ന് അല്ലാഹ് പറയണമെങ്കിൽ ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ എന്നത് പഠിച്ചോണ്ട് പറയേണ്ട ആവശ്യമില്ല. അല്ലാഹുവിലേക്ക് വേറെ കുറെ പ്രയോഗം ഉണ്ടല്ലോ. എന്തിനാ അല്ലാഹുവിലെ ഇന്ന ല അമ്മാറ എന്ന പ്രയോഗത്തെ പ്രയോഗിക്കുന്നത്? നിസ്സംശയം, ഒരു സംശയവും വേണ്ട. മനുഷ്യന്റെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടും. അതല്ലേ കൽബിനെ, ഹൃദയത്തിന് കൽബ് എന്നതിന് അറബിയിൽ പേര് വെച്ചത്. ഖലബ എന്ന് പറഞ്ഞാൽ മറയുന്നു എന്നാണ്. കൽബ് മറയുന്ന സാധനം. യാ മുഖല്ലിബൽ ഖുലൂബ് വസബ്ബിത് ഖൽബി അലാ ദീനിക്കൽ ഇസ്ലാം. ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്കൽ ഇസ്ലാം, പരിശുദ്ധമായ നിന്റെ ദീനിന്റെ മേലിൽ എന്റെ ഹൃദയത്തിനെ സ്ഥിരപ്പെടുത്തി തരണമേ റബ്ബേ എന്ന് ദുആ ചെയ്യാൻ കാരണം അതാണ്. ഖൽബ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അല്ല തക്ബീറാണ്ട് കെട്ടിയ എന്തൊക്കെ ചിന്തകൾ ആ ഹൃദയത്തിലേക്ക് കടന്നു വരല്ലേ. അല്ലാഹു അക്ബർ തക്ബീറാൻ കെട്ടിയാല് അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നൊക്കെ വരും. സലാം വീട്ടിലോടുകൂടിയൊക്കെ ദുർമം ചെയ്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾക്ക് ഒരു അമ്പ് തന്റെ ശരീരത്തിലേറ്റപ്പോൾ പറഞ്ഞത് തൊടുമ്പോഴേക്ക് വേദന.
തന്റെ കൂട്ടുകാരോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞത്, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാം, ആ സമയത്ത് എന്റെ ശരീരത്തിൽ നിന്ന് അമ്പ് നിങ്ങൾ പറിക്കണേ എന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചു, എന്റെ ശരീരത്തിൽ നിന്ന് അമ്പ് പറിക്കാതിരുന്നത്? പറഞ്ഞല്ലോ, അമ്പ് പറിച്ചു നിങ്ങൾ അറിയാനിട്ടാണ്. നമ്മളങ്ങനൊന്നുമില്ല, നമ്മൾ തെക്കുപേരം കെട്ടിയ 2 കിലോമീറ്റർ അപ്പുറത്ത് പള്ളി പൊക്കിയാൽ നമ്മൾ ഇങ്ങോട്ട് കേൾക്കുന്നത് ആണോ? ഒരു വീട്ടിൽ കേട്ടില്ലേ? ഞാനും കേട്ട് ഇന്ത്യ വിലാസം അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് പൊട്ടിയത് ഇവിടുന്ന് കുറെ ദൂരത്തുനിന്നല്ലേ? അത്രയും വിലാസമുണ്ട്. ഒരു ബുദ്ധിമുട്ട് കുറെ പൊട്ടിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാരഥന്മാര് മുഴുവനും സദാസമയത്തും ഇബാദത്തിലല്ലേ. മഹാനായ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമാ തുർക്കിയലി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു അവിടുത്തെ ദറജനെ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മഹാനായ തുർക്കിയലി ഉസ്താദിനെ കുറിച്ച് അവിടുത്തെ മഹല്ലിൽ ജോലി ചെയ്ത ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് ഷാജഹാൻ റഹ്മാനി ഒരു അനുസ്മരണം അനുസ്മരിക്കുന്നതിന് കേട്ടിട്ടുണ്ട്. ഏകദേശം സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ 1.5 മണിക്കൂർ മുമ്പ് ഖാദിയാരകം പള്ളിയിലേക്ക് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് വരുമത്ര. ഖാദിയാരകം പള്ളി എന്ന് പറഞ്ഞാൽ ചെറുശ്ശേരി ഉസ്താദിന്റെ മഹല്ല് പള്ളിയാണ്. ഖാദിയാരകം പള്ളി. അവിടുത്തെ ഹബീബായി ജോലി ചെയ്യുന്ന നല്ല പ്രഭാഷകനാണ്, നിങ്ങൾക്ക് അറിയുന്ന ഒരാളായിരിക്കും, ഷാജഹാൻ റഹ്മാനി കമ്പളക്കാട്. അദ്ദേഹത്തിന് അദ്ദേഹം ഉസ്താദിനെ കുറിച്ച് അനുസ്മരിക്കുന്ന പ്രഭാഷണത്തിൽ ഞാൻ കേട്ടതാണ്. പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ കേട്ട് ഒന്നും കൂടി ഉറപ്പിച്ചും ചെയ്തിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയും, മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഏകദേശം ബാങ്ക് കൊടുക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് പള്ളിയിലേക്ക് വരുമത്ര. ലൈറ്റ് പോലും ഓണാക്കാതെ സുബ്ഹാനല്ലാഹ് പള്ളിയിലേക്ക് വന്ന് 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുമത്ര. ഓരോ സുജൂദും എത്രത്തോളം മിനിറ്റുകളാണ് ദീർഘിച്ചു നിൽക്കുക. അവസാന റക്അത്തിൽ അവസാനത്തെ സുജൂദുണ്ടല്ലോ, ഒരിക്കൽ എന്നോട് റഹ്മാനി പറയുകയാണ്, ഞാൻ വിദൂര സ്ഥലത്ത് നിന്ന് വഅദ് കഴിഞ്ഞ് പള്ളിയിലേക്ക് എത്തുമ്പോൾ സുബ്ഹിന്റെ സമയം ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട്. ഒരു വെള്ള വസ്ത്രമിട്ട ഒരാളിന്ന് സുജൂദിൽ കിടക്കുന്നത് കാണുകയാ. ഞാൻ മെല്ലെ മെല്ലെ നടന്നുപോയപ്പോ അത് മഹാനായ സൈനുൽ ഉലമാ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരായിരുന്നു. ഞാൻ ഉസ്താദിന്റെ 2 സ്റ്റോപ്പ് ബാക്കിൽ നിന്ന് ഇങ്ങനെ വീക്ഷിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞു, 15 കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, മനസ്സുകൊണ്ട് ആവലാതിപ്പെട്ടു, ഉസ്താദ് അഥവാ സുജൂദിൽ മരണപ്പെട്ടു പോയോ, ഉസ്താദെങ്ങാനും സുജൂദിൽ മരണപ്പെട്ടു പോയോ എന്ന് എനിക്ക് പേടി വന്നു. എനിക്ക് ആ ശരീരത്തിലൊന്ന് തൊട്ടു നിൽക്കാൻ തോന്നി. പക്ഷേ എന്റെ മനസ്സ് വന്നു, വേണ്ട വേണ്ട. കുറെ സമയം ഞാൻ കാത്തു നിന്നു. ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോ തേങ്ങി കരച്ചിലോടുകൂടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അത്തഹിയ്യാത്തിലേക്ക് വരികയാണ്. ഇതാണ് മഹാരഥന്മാരുടെ ജീവിതം. ആരാരും കാണാതെ ഇബാദത്ത് ചെയ്യുന്നവര്, ആരാരും കാണാതെ ഇബാദത്ത് ചെയ്യുന്നവര്, ആ മഹാരഥന്മാരാണ് സ്വർഗത്തിൽ മഹാനായ ഹബീബുനാ മുഹമ്മദിനുൽ മുസ്തഫ, മഹാനായ ഹബീബുനാ മുഹമ്മദിനുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കൂടെ ആ ഉന്നതമായ ദറജയിൽ വിരാജിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ലഭിക്കപ്പെട്ട ആളുകളെ ഈ ഇരിക്കുന്ന മഹാനായ ഉസ്താദിന്റെ വല്ലുപ്പയായ സയ്യിദ് ഹൈദ്രോസ് മുസ്ലിയാർ, അല്ലാഹുവേ ആ മഹാന്റെ ദറജനെ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റാണെന്നല്ലോ നമ്മുടെ കേരളക്കരയിലുള്ള മഹാന്മാരായ ഉസ്താദന്മാരുടെ പ്രഭാഷണങ്ങൾ മുഴുവനും തപ്പി നോക്കിയാൽ സയ്യിദ് ഉസ്താദിനെ അനുസ്മരിക്കാത്ത പ്രഭാഷണങ്ങളില്ല. കാരണമെന്ന് പറഞ്ഞാൽ വലിയും അവരെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ടൊരു വലിയാണെന്ന് പറഞ്ഞത് ശൈഖുനാ വലിയുല്ലാഹി ശൈഖു മശായിഖിനാ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്
ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയ. ഒരാൾ വലിയാണെന്ന് പറയാൻ മറ്റൊരു വലിയന് മാത്രമേ കഴിയൂ. മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു തആല അൻഹു ഫീ ശറഹിൽ അഖായിദി യുലമു ഉമ്മത മുഹമ്മദിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സലീ റഹ്മാനി എന്ന് പറയുന്ന പ്രഭാഷകന്റെ വാതിൽ കേട്ടതാണ്. ഒരിക്കലതാ മഹാനായ സി.എച്ച്. ഉസ്താദ് എന്നവര് ഒരു പ്രഭാഷണം കഴിഞ്ഞ് തല ചായ്ക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറുകയാണ്. തല ചായ്ക്കാൻ വേണ്ടി കിടക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കടന്നപ്പോൾ അവിടുത്തെ മുഅദ്ദിൻ പറഞ്ഞു, അദ്ദേഹത്തിന് അറിയൂല അത് സി.എച്ച്. ഉസ്താദാണെന്ന് അദ്ദേഹത്തിന് അറിയൂല. അദ്ദേഹം പറഞ്ഞു, ഇവിടെ പുറത്തുള്ളവർക്ക് കടക്കാൻ പാടില്ല, കമ്മിറ്റിക്കാരത് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, എല്ലായിടത്തും കട്ടുണ്ടോ സ്വഭാവമുണ്ട്. ഞങ്ങൾ നാട്ടിൽ നേർച്ചപ്പെട്ടി കാണാൻ കഴിയില്ല. CCTV നോക്കിയപ്പോ ഒരാളുടെ കീസ്, കറുത്ത കീസ് തലം വെച്ച് 2 ഓട്ടയ്ക്ക് വന്നു. നേർച്ചപ്പെട്ടി രാവിലെ വന്നപ്പോ സുബൈക്ക് നമ്മൾ ഉയമ്പറമ്പിൽ വളവിൽ പള്ളിയുണ്ട്, റഹ്മാനിയ പള്ളി. സുബൈക്ക് നിസ്കരിക്കാൻ പോയപ്പോണ്ട് ഭയങ്കര ഒച്ചപ്പാടോടെ. സംഭവം നേർച്ചപ്പെട്ടി കാണാൻ തപ്പിയൊക്കെ 10 രൂപയൊക്കെ ഉണ്ടാവില്ലേ, വേറെ വിജയം. നേർച്ചപ്പെട്ടി കാണാനില്ലോ കേട്ട് ഞങ്ങളെ CCTV ചെക്ക് ചെയ്തപ്പോൾ ഒരടിക്കോല്ല കണ്ടാറിയാ പോലീസിന്റെ പോലെ ചങ്ങയ്യ ഗന്ധി വന്ന് ഒരു കീസ് കൊണ്ട് കെട്ടിക്കണേ. കാര്യങ്ങൾ കറുത്ത കീസ് 2 ഓട്ടിയുണ്ട്. നല്ല അപ്പൊ CCTV ഒക്കെ നോക്കിക്കണം ആദ്യം. കാരണം ഓന്റെ വണ്ടി ഇങ്ങനെ 2 വട്ടം പള്ളിയിലാണ് പോയിക്കണം. ലാസ്റ്റ് പിടിച്ചു. അപ്പൊ ഇതാണ് വിഷയം. കമ്മിറ്റിക്കാർ കുറ്റപ്പെടുത്തല്ല. പള്ളിന്റെ ഉള്ളിൽ കയറിയപ്പോ മൈക്കൊക്കെ എടുത്ത് പോകുകയും അല്ലാത്ത ഉപയോഗം കൊടുക്കാനായിട്ട് മൈക്കൊന്ന് കാണാനുണ്ടാവും. അപ്പൊ എന്തേലും കൂടിപ്പോകുമെന്ന് കരുതിയിട്ടാണ് അതിനുള്ളിൽ കടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതല്ല. മൂപ്പർക്കറിയില്ല ഇത് ജേതുസ്താദാണ്, മൂപ്പർക്കറിയില്ലല്ലോ. അപ്പൊ ഇവിടെ കടക്കാൻ പറ്റൂല. എന്നാ ഇവിടെ കിടക്കാൻ പറ്റൂലെങ്കിൽ ഇവിടെ പുറത്ത് കിടക്കാൻ പറ്റൂലേ? അങ്ങനെ പുറത്ത് കിടക്കാൻ അപ്പൊ ഉള്ളിൽ കയറാൻ നമുക്ക് ആ മനുഷ്യന് പറയാം, ഞാനാണ് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് സയ്യിദ് മുസ്ലിയാരെന്ന്. ഇന്ന് നമുക്കൊക്കെ സ്വന്തം വണ്ടിയാണ് വാങ്ങാൻ പോകാൻ. നമ്മളെ മുൻകാല ചരിത്രം നോക്കി സ്വന്തമായ വണ്ടിയില്ലല്ലോ, വാഹനമില്ലല്ലോ. അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് വാഴന്റെ സദസ്സുകളിലേക്ക് പോയിരുന്നത്. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, ആലപ്പുഴ തുടങ്ങിയിട്ട് 14 ജില്ലകളിലെ മഹാരഥന്മാരോടിപ്പോയി ഓടി നടന്ന് പിറ്റേ ദിവസം സബത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഒരുത്തു. എന്ത് നല്ല മുഖ്ലിസീങ്ങളായിരുന്നു. ഇന്നത്തെ നമ്മൾക്ക് അവസ്ഥ എന്താണ്? അല്ലാഹുവേ, ആ മഹാരഥന്മാര് ദർജനെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. മഹാനായ ഉസ്താദ് ചോദിക്കുന്നു, എനിക്കിവിടെ കരയിൽ കടന്നുകൂടെ, ഹൗദൻ കരയുടെ ഭാഗത്ത് കടന്നുകൂടെ? സുബ്ഹാനല്ലാഹ്. മഹാനായ ഉസ്താദിന്റെ കയ്യിലുള്ള വേഗത തലയണയാക്കിയ ഹൗദൻ കരയിൽ കിടക്കുകയാണ്. വലിയും സംശയമില്ലല്ലോ. സുബഹിന്റെ സമയമായപ്പോ കണ്ടവരെല്ലാം അത്ഭുതപ്പെടുകയാ. നിസ്കാരശേഷം കണ്ടവരെല്ലാ കൈമുത്തുകയാണ്. ഈ മുഅദ്ദിൻ കുട്ടിക്ക് വല്ലാതെ പേടിയായി. ഇന്നലെ രാത്രി കടന്ന മനുഷ്യനാണല്ലോ റബ്ബേ. കണ്ടവർ മുഴുവൻ കൈമുത്തുകയാണ്, കൊണ്ട് വസിയത്ത് ഏൽപ്പിക്കുകയാണ്. ഈ മൂല്യാരിട്ട് ചോദിച്ചു, ആരാണ് മൂല്യാര്? ആരാണ് മൂല്യാര് ചോദിച്ചു. പറഞ്ഞ് അദ്ദേഹമാണ് സയ്യിദ് മുസ്ലിയാര്. ഇയാൾ കജ്ജും കാലും പറക്കാൻ തുടങ്ങി. കൈകാലി ഭർത്താക്കോ ഉള്ളിൽ കളക്കാൻ പറ്റില്ല എന്ന് പുറത്തേക്കിയതാണ്. ഇയാളാകെ പേടിച്ച് പറിച്ച് മൂപ്പടുത്ത് പോയിട്ട് പറഞ്ഞു പൊരുത്തപ്പെടുന്നു. എനിക്കറിയില്ലേ. ആ സമയത്ത് മൂപ്പർ പറഞ്ഞ മറുപടി, നിങ്ങളാണ് ഏറ്റവും നല്ല മനുഷ്യൻ. നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ച ആളാണ്. നിങ്ങളോട് പൊരുത്തം ചോദിച്ചാൽ പാടില്ല. തഖ്വയിലായി ജീവിച്ച മഹാരഥന്മാർ. അല്ലാഹുവേ, മഹാന്മാരെ ദർജനീയത്തി കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ അല്ലാഹുവിന്റെ ലിഖാൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. മനുഷ്യൻ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത് 2 അവയവങ്ങളെ കൊണ്ടാണ്. ആ 2 അവയവങ്ങൾക്കും എല്ലില്ലാത്ത അവയവങ്ങളാ. അതുകൊണ്ടാണ് മഹാനായ ഹബീബ്
حبيبنا محمد المصطفى മഹാനായ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മയ്യൗമല്ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അമ്മനു ലഹുൽ ജന്ന. അല്ല മനുഷ്യന്മാരെ, നിങ്ങൾ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള എല്ലില്ലാത്ത അവയവമായി നിങ്ങൾ നാവുണ്ടല്ലോ, അതുപോലെ നിങ്ങളെ കാലുകൾക്കിടയിലെ എല്ലില്ലാത്ത ഭൂമിയസ്ഥാനമുണ്ടല്ലോ, അതെങ്ങാനും നിങ്ങൾ ഹലാലിൽ മാത്രമേ ഉപയോഗിക്കൂ, അതൊരിക്കലും തന്നെ ഹറാമിൽ ഉപയോഗിക്കൂല എന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ആദരവായ ഹബീബുന മുഹമ്മദുൽ മുസ്തഫ ആദരവായ ഹബീബുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലഫല്ലനി ഫുദില്ലാമാ മദ്ഹി അലൽ ആലിആൽ അവ്വല സൂറ ബിസ്മില്ലാഹി ബദഅൽ ഖാലിഖാൽ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങൾ ആ അവയവങ്ങളെ കൊണ്ട് ചെയ്തു പോയ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ പൊറുക്കണേ റബ്ബേ, നീ പൊറുക്കണേ അല്ലാഹ്. അതിൽ പ്രധാനപ്പെട്ടതാണ് നാവ്. നാവ് 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 ഈ നാവെന്ന് പറഞ്ഞാൽ അപകടമാണ്. يسب زماننا والعيب فينا وما لزماننا عيب سوانا ليس الذئب يأكل لحم الذئب يأكل بعضنا بعضا عيانا. നമ്മൾ നമ്മളെ കാലത്തിനെ ചീത്ത പറയാണ്. നമ്മൾ നമ്മളെ കാലഘട്ടത്തിനെ ചീത്ത പറഞ്ഞാലും എല്ലാ നെഗറ്റീവും നമുക്കാണുള്ളത്. നമ്മളെന്ത് പ്രശ്നം പറഞ്ഞാൽ കാലങ്ങളായി പോയി. നമ്മളെല്ലാവരും നമ്മൾ മുമ്പത്തെ കാലത്ത് നമ്മൾ വിജയനി, ഇപ്പൊ അങ്ങനെ ആയതാണ്. കാലത്തിന് കുറ്റം പറയാനാണ്. കാലങ്ങളായി, കാലത്തിന് കുഴപ്പമില്ല. يسب زماننا والعيب فينا وما لزماننا عيب سوانا. നമ്മൾ നമ്മുടെ കാലത്തിനെ ചീത്ത പറയുന്നു, പക്ഷേ والعيب فينا എല്ലാ നെഗറ്റീവും നമ്മിലാണല്ലോ ഉള്ളത്. وما لزماننا عيب سوانا. ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ നെഗറ്റീവ്. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഞാനുണ്ടല്ലോ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൽ നെഗറ്റീവ്. കാലത്തിന് കുഴപ്പമില്ല. കാലത്തിന് കുഴപ്പമെന്താ? ഉദാഹരണം, എന്റെ ബാപ്പാക്ക് കുഴപ്പമില്ല, പക്ഷെ എന്റെ ബാപ്പാക്കുള്ള കുഴപ്പം എന്റെ ബാപ്പാന്റെ മോനായി എന്നുള്ളതാണ് അറിയുന്നത്. എന്റെ ബാപ്പൻ സ്വാധീനിച്ചില്ല. എന്റെ ബാപ്പാക്ക് ഏറ്റവും വലിയ കുഴപ്പമുണ്ടായെന്ന് വെച്ചാല് ആ ബാപ്പാന്റെ മോനായി പിറന്നു എന്നുള്ളതാണ്. അള്ളാഹുവിനെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനത്തെ വർത്താനം ചിലക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബാപ്പന്ത് നല്ല മനുഷ്യനെന്നോ ആ ഫുലാൻ എന്നതുപോലെ ഈ കാലഘട്ടത്തിന് യാതൊരു കുഴപ്പവുമില്ല. എന്തിനാണോ നീ ചീത്ത പറയുന്നത്? പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിന് ന്യൂനത. ന്യൂനത എന്താ? وما لزماننا عيب سوانا ليس الذئب يأكل لحم الذئب يأكل بعضنا بعضا عيانا.
വലിയ അപകടം. ഒരു ചെന്നായ ഒരു ചെന്നായ മറ്റൊരു ചെന്നായ ഇറച്ചി തിന്നൂല. ഒരു ചെന്നായ മറ്റൊരു ചെന്നായുടെ പച്ചിറച്ചി തിന്നൂല. പക്ഷേ നമ്മളിൽ ചിലർ തിന്നുന്നു പാദൻ, മറ്റു ചിലര് അയ്യാന പച്ചക്ക് തിന്നാണ്. നമ്മൾ ചിലർ അങ്ങോട്ട് പോയിട്ട് പച്ചക്ക് തിന്ന. നമ്മളിങ്ങനെ രണ്ടാൾക്കാരെ കൂടിയിരിക്കുക. അപ്പൊ നമ്മളടുത്തേക്ക് മൂന്നാമത്തെ ഒരാൾ കടന്നു വരും. എന്താ വർത്താൻ സുഖല്ലേ? റാഹത്ത്, അതേപോലെ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞാൽ പോകുമ്പോ ഞാൻ മറ്റാൾ പറയാം, ആ ചങ്ങായി കണ്ടെന്ന് ഓനെനിക്കറിയാ ഞാൻ ഇപ്പോഴത്തെ പുതിയ ആളാണ് ജോലി. ഞാൻ പുതിയ ആളെന്നെയാണ്. ഞാനും ഷെഫീഖിന് വർത്താനം പറയുമ്പോൾ യാസറിന് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ യാസറിന്റെ ശിക്ഷനെല്ലാം ജോലികൾ. അപ്പൊ ഷെഫീഖിനാണെന്ന് വർത്താനം യാസർ കയറി വരുമ്പോ യാസറിന് പോകുമ്പോ ഷെഫീഖിനോട് പറയാം, മുടിയാലേ ആ സലാം പറഞ്ഞു പോയ ആളുണ്ടല്ലോ, ആ വലിയ നല്ലോണം കരുതുന്നുമാണ്. ഓന്റെ ഹറാം പുറത്തൊന്നും അറിയാറ്റാണ്. എന്നിട്ട് ഓനെ പറ്റി ഇങ്ങനെ ഭയങ്കര വർത്താനം. എന്നായിക്കോട്ടെ ഞാൻ പോയി. ഓൻ പറഞ്ഞു പോയ യാത്ര വീണ്ടും മടങ്ങിയുണ്ട്. അതെ, ഞാൻ സലാം പറഞ്ഞിട്ട് ഞാൻ പോയത് എന്തുകൊണ്ട് വെച്ചാൽ ഷെഫീഖോടെ ഇരുന്നോണ്ടാണ്. ഷെഫീഖോടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പോയത്. ഓനായിട്ട് വല്ലാതെ കൂട്ടുന്നത് വേണ്ട. ഓൻ ഭയങ്കര വിത്തനക്കാരനാണ്. അപ്പൊ ഞാൻ രണ്ടാഴ്ച മനസ്സിലാക്കി ഇവൻ രണ്ടാം ഉസാർ തന്നെയാണ്. കാരണം ഷെഫീഖിനെ പറ്റി യാസറിനെ പറ്റി ഷെഫീഖ്. മൂന്നാമത് ഞാന് ജാഫർസ്ഥാൻ അടുപ്പ് പറഞ്ഞു. ആ രണ്ട് സാധനം ഉണ്ടല്ലോ, രണ്ടും ഹറാം പുറപ്പ് തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ മൂന്നാം നമ്മൾ പുറത്തെന്താ? ഷെഫീഖിന്റെ ഈപത്ത് യാസർ പറഞ്ഞു, യാസറിന്റെ ഈപത്ത് ഷെഫീഖും പറഞ്ഞു. ഓൾ രണ്ടാം ഈപത്ത് ആരും പറഞ്ഞു, ഞാനും പറഞ്ഞു. എന്ത് വർക്കാണത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പച്ചറച്ചിരുന്നതാണ്. അള്ളാഹു നല്ല രൂപത്തിൽ ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആരാണ് മനുഷ്യ നിന്റെ നാവിനെ ഹലാലിൽ മാത്രമേ ഉപയോഗിക്കൂ എന്ന് എനിക്ക് വാക്ക് തരിക. നിന്റെ ഫർജുണ്ടല്ലോ, നിന്റെ ഗുഹ്യസ്ഥാനമുണ്ടല്ലോ, അത് ഹലാലിൽ മാത്രമേ ഉപയോഗിക്കൂ എന്നാരായ ഉറപ്പ് തരിക. എന്നാൽ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അതിരവായ ഹബീബുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും തഖ്വയിലായി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇവിടെ തേനൊക്കെ തേനെ കൂടെ കൊടുക്കാം. തേനൊക്കെ അല്ലാഹുവേ, തഖ്വയിലാ ജീവിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ഒരു മരത്തെ പോലെയാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു മരത്തിനെ പോലെയാണ്. എങ്ങനത്തെ മരം? ഒരു മരം. ആ ഒരു മരത്തിന് 7 കൊമ്പുകളാണ്. ശ്രദ്ധിക്കണം. മഹാരഥന്മാരായ പണ്ഡിതന്മാർ സൂറത്തുൻ നാസിർ എന്ന് പറയുന്ന കിതാബിന്റെ 201-ാമത്തെ പേജിൽ വിഷയങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു മരത്തെ പോലെയാണ്. ആ മരത്തിന് 7 കൊമ്പുകളാണുള്ളത്. ആ 7 കൊമ്പിൽ നല്ല ഫലങ്ങളുണ്ടെങ്കിൽ ആ മരം എപ്രകാരമാണ് ഉണ്ടാവുക, അതുപോലെ നമ്മുടെ ശരീരം ഫലമുള്ള ശരീരമാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ബേജാറും വേണ്ട. الذين لا خوف عليهم ولا هم يحزنون. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും ഇൻഷാ അല്ലാഹ് 7 തിരിക്കാൻ പോകുക. നമ്മുടെ വിഷയം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ എന്നതാണ്. അല്ലാഹുവേ, ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ 7 കൊമ്പുകൾ, അതായത് നമ്മുടെ ഈ ശരീരമാകുന്ന ഈ മരം, ഈ മരത്തിന്റെ 7 കൊമ്പുകളാണ് പ്രധാനപ്പെട്ട നമ്മുടെ അവയവങ്ങൾ, അഥവാ 7 അവയവങ്ങൾ. ആ 7 അവയവങ്ങൾ നന്നായാൽ നമ്മൾ സ്വർഗത്തിന് അഹ്ലുകാരാകും. അല്ലാഹുവേ, സ്വർഗത്തിന് അഹ്ലുകാർ നമ്മൾ പെടുത്തുമാറാകട്ടെ. ഒരു മരം, മൂസി, മാവ്. ദീപാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ചക്കി മാങ്ങ.
ഞങ്ങളെ നാട്ടിൽ വന്ന പടത്തോനെ അണ്ണാങ്കൊട്ടം കയറിനേക്കാൾ സ്കൂളിൽ ദീപാവലി മൂച്ചിമ കയറും. ഇതാ ഇവിടെ പറയുന്ന കുത്തിറക്കുണ്ടല്ലോ. ഞങ്ങളുടെ നാട്ടിൽ വന്നാല് ചക്കയുടെ കിട്ടിയാല് എന്തൊരു തീറ്റ തിന്നോ. നമുക്കൊരു ചക്ക തിന്ന ഒരു 4-5 ചോളന്നാ പള്ളറിയും. നിങ്ങൾക്ക് 5 തിന്നാൻ നല്ലോണം തിന്നിട്ടുള്ള ചക്ക. അതായത് ഇനിയിപ്പോ 2 ദിവസം നമ്മളെ കേരളത്തിൽ വരികയാണെങ്കിൽ ചക്ക കിട്ടുകയാണെങ്കിൽ 2 കൊല്ലത്തെ തീറ്റെന്ന പോകുക. കിട്ടാത്ത കാലം കിട്ടുമ്പോ അങ്ങനെ തന്നെയാണ്. മീനച്ചാറിനകത്ത് നിങ്ങളായി കാണിക്കാണ് അങ്ങനെ തന്നെ. എന്നതുപോലെ ശരീരമാകുന്ന ഈ മരത്തിന് 7 കൊമ്പുകളുണ്ട്. ആ 7 കൊമ്പുകളിൽ ഓരോ ഫലവുമുണ്ട്. ആ ഫലമെങ്ങാനും നന്നായി തീർന്നാൽ മനുഷ്യനാകുന്ന ഈ മരമുണ്ടല്ലോ അതെങ്ങാനും നന്നായി തീർന്നാൽ മർജിഉനാ ഇലൽ ജന്നത്തി, നമ്മുടെ മടക്കസ്ഥാനം സ്വർഗമാണ്. അല്ലാഹുവേ ഞങ്ങളെ മടക്കസ്ഥാനം നീ സ്വർഗമാക്കി തരണേ റബ്ബേ. മഹാരഥന്മാര് പറയുകയാണ് സുബ്ഹാനല്ലാഹ്. ഒന്നാമത്തെ കൊമ്പെന്ന് പറഞ്ഞാൽ മഹാരഥന്മാര് പറയട്ടെ, ഒന്നാമത്തെ കൊമ്പെന്ന് പറഞ്ഞാൽ ഹൃദയത്തിലേക്കുള്ള കൊമ്പാണ്. ഈ മരമാകുന്ന ശരീരമുണ്ടല്ലോ, ആ മരമാകുന്ന ശരീരത്തിൽ ഒന്നാമത്തെ കൊമ്പ് പോകുന്നത് ഹൃദയമാകുന്ന കൊമ്പാണ്. ആ ഹൃദയമാകുന്ന കൊമ്പിലുള്ള ഫലം എന്താണ്? സിഹത്തുൽ ഇറാദ, ലക്ഷ്യം നന്നാകലാണ്. ലക്ഷ്യം നന്നാകാൻ ഇത് പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വന്നത് എന്റെ ലക്ഷ്യം എന്താണ്? വേദ പറയുന്നതിന്റെ പറയാം. എന്റെ വേദ പറയുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ആ നാട്ടിൽ പോയി ഞാൻ വേദാനാണ് ആൾക്കാർ പറയണം. ഏസ് ഞാൻ വേദ കഴിഞ്ഞിട്ടാണ് പോകുമ്പോത്തിന് ആ മൂല്യാരെന്തൊരു പറഞ്ഞാലേ എന്ന് ആൾക്കാർ പറയണമെന്നാ എന്റെ ഉദ്ദേശമെങ്കിൽ വെറുതെ ഇങ്ങോട്ട് വന്നതും വെറുതായി, ഇവിടെ കടന്നുറങ്ങിയതും വെറുതായി, അത്തായം വരെ വേറെ വന്നതും വെറുതായി, ഒച്ച പോയതും വെറുതായി, ഒക്കെ വെറുതായി. ആ സമയത്ത് പഠിച്ചോനെ ആരെങ്കിലും ഒരാളെ കേട്ട് നന്നായിക്കോട്ടെ എന്ന് കരുതിയാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല രൂപത്തിലാക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. മഹാനായ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, 3 വിഭാഗം ആളുകൾ നരകത്തിലാണല്ലോ. ഒന്നാമത്തത് ഉലമാ ആണ്, രണ്ടാമത്തത് ശുഹദാ ആണ്, മൂന്നാമത്തത് ദീനിന് വേണ്ടി സ്വതക്ക ചെയ്ത ധനാഢ്യരാണ്. മഹാനായ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ. ഒന്ന് മൂല്യമാര് നരകത്തില്, രണ്ടാരാ സ്വതക്ക ചെയ്ത ധനാഢ്യന്മാര്, 3 ഷഹീദായി പോയ ആള് ആദരവായ ഹബീബുനാ റസൂലുള്ളാഹി. മൂല്യാരെ കുറിച്ച് പഠിച്ചോനാൻ കൊണ്ടുവരും മഹ്ശറയ്ക്ക് മൂല്യാരെ പഠിച്ചു കുറിച്ച് നരകത്ത് കൊണ്ടുവരുമ്പോ മൂല്യാരെ വരും, പഠിച്ചോനെ എന്റെ ചെറിയ കാലം മുഴുവൻ ഞാൻ നാട്ടിൽ ജീവിക്കാതെ ഇൽമ പഠിച്ചവരാണ്. അന്യനാടുകളിൽ പോയി ഒരുപാട് ഉസ്താദുമാരൊക്കെ ശിഷ്യത്വം നേടിയവനാണ്. പഠിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരുപാട് വേദ പറഞ്ഞവനാ, ഒരുപാട് ദർസ് നടത്തിയവനാ, ഒരുപാട് ഇമാമ നിന്നവനാ. പിന്നെ എങ്ങനെ റബ്ബേന നരകത്തിന്റെ ആളായി? ആ സമയത്ത് അല്ല പറയുമ്പടാ നീ വേദ പറഞ്ഞത് ശരിയാണ്, നീ ദർസ് നടത്തിയെന്ന് പറഞ്ഞത് ശരിയാ, ഇമാമായി സേവനം ചെയ്തത് ശരിയാ, നീ വേദ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? നിന്റെ കീശ നിറയാൻ വേണ്ടിയിട്ടല്ലേ? നീ വേദ പറഞ്ഞത് നീ നല്ല വേദാനാണെന്ന് ആളുകൾ പറയാൻ വേണ്ടിയിട്ടല്ലേ? നീ ദർസ് നടത്തിയത് നീ നല്ലൊരു മുദരിസാണ്, കിതാബ് തിരിയുന്ന ആലിമാണെന്ന് ആളുകൾ പറയാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ മൊത്തം മുണ്ടൂല. അങ്ങനത്തെ മുറാതെ എന്നാലും അതൊക്കെ ആൾക്കാർ പറഞ്ഞത് ഇത് നല്ല വാഴാനാണ് ആൾക്കാർ എന്താക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നല്ല കിതാബിലിരുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ല മുദരിസാന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു ആൾക്കാർ പറയണമെന്നുള്ളത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പോ നരകത്തിൽ അല്ലാഹു തആല പറയുമെന്ന് ആദരവായ ഹബീബുനാ റസൂലുള്ളാഹി. പറഞ്ഞതറിയോ? മഹാനായ ഇമാം മുസ്ലിം തങ്ങൾ തന്നെ സ്വഹീഹിൽ കൊണ്ടുവന്നു.
ഹദീസ് ലോകത്തിൽ 2ാം സ്ഥാനമുള്ള കിതാബാണ് സ്വഹീഹ് മുസ്ലിം. ആരെങ്കിലും സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് നിഷേധിച്ചാൽ അവൻ കാഫിറായി പോകും. ഉമ്മത്ത് മുഹമ്മദിനുൽ മുസ്തഫ. അല്ലാഹു തആല ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല സമ്പന്നനായ ദീനിൽ നല്ലോ സ്വതക്ക ചെയ്ത ആളെ കുറിച്ച് നരകത്ത് വിടുമ്പോൾ പഠിച്ചോൻ പറയാം, പഠിച്ചോളാൻ പറയും, പഠിച്ചോനെ എന്റെ നാട്ടിലെ പള്ളിപ്പണിക്ക് വേണ്ടി 2 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഞാൻ എത്തിയും കുട്ടികൾക്ക് 20 പവൻ സ്വർണം കൊടുത്താണ് ഞാൻ കെട്ടിച്ചിട്ടുണ്ട്. നാട്ടുകാർക്ക് അത് കൊടുത്ത് ഇത് കൊടുത്തു. അപ്പൊ അല്ലാഹു പറയോ, നല്ല മനുഷ്യർക്ക് ചെയ്യുന്നതൊക്കെ ശരിയാണ്, എന്തിനും വേണ്ടിയിട്ട് ആൾക്കാർക്ക് നല്ല ധർമ്മം ചെയ്യുന്നവരാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് പോടാൻ നരകത്തിൽ. ഷഹീദായ ആൾ നരകത്തിലേക്ക് പറഞ്ഞേക്കുമ്പോ അവൻ പറയും, പടച്ചോനെ നിന്റെ ദീനിന് വേണ്ടി പോരാടി രക്തസാക്ഷിയായ ആളാണ് ഞാന്. ആ സമയത്ത് അല്ലാഹു തആല പറയുന്നു, നിന്നെ കുറിച്ച് ആളുകൾ പറയണം നീ നല്ല പോരാളിയാണ്, നീ നല്ലോ ദീനിന് വേണ്ടി ധർമ്മസമരം നടത്തിയവനാണ്. ആളുകൾ പറയണം അതിനു വേണ്ടിയല്ല നീ രക്തസാക്ഷിയായത്. ആളുകൾ നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പോടാ നരകത്തിലേക്കെന്ന് അല്ലാഹു പറയുമെന്ന് ആദരവായ ഹബീബുന മുഹമ്മദുൽ മുസ്തഫ. അപ്പൊ ഒന്നാമത്തെ കൊമ്പായ നഫ്സുണ്ടല്ലോ, ശരീരമാവുന്ന മരത്തിൽ നിന്ന് കൽബിലേക്ക് പോകുന്ന കൊമ്പുണ്ടല്ലോ, അതിനുള്ള ഫലമായ സിഹത്തുൽ ഇറാദ, ലക്ഷ്യം നന്നാകണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമായ ഖുർആന്റെ സ്ഥാനം കഴിഞ്ഞാൽ 2ാമത് മഹാരഥന്മാർ സ്ഥാനം കൊടുത്ത പരിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരി. അതിൽ ഫസ്റ്റത്തെ ഹദീസ് തന്നെ തുറന്നു നോക്കിയാൽ ആദ്യമായി കാണുന്ന ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ സ്വീകാര്യതയും തള്ളലും കൊള്ളലുമെല്ലാം നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണെന്ന് മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വലിയ ഹദീസാണ്, അതിന്റെ അപ്പുറത്ത് ഒരുപാടൊന്നും നടക്കുന്നില്ല, പ്രധാനപ്പെട്ട കാര്യം മാത്രം സൂചിപ്പിക്കാൻ. അപ്പൊ നമ്മുടെ ശരീരമാകുന്ന ഈ മരത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകുന്ന കൊമ്പ്, ആ കൊമ്പിന്റെ ഫലം എന്താണ്? സിഹത്തുൽ ഇറാദ, ലക്ഷ്യം നന്നാകലാണ്. അല്ലാഹുവേ നമ്മളുടെ ലക്ഷ്യങ്ങൾ നീ നന്നാക്കി തരണേ തമ്പുരാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് സാധാരണ ജോലിക്ക് പോകുന്ന ആളുകളാണ് അല്ലേ, സാധാരണ തൊഴിലിന് വേണ്ടി പോകുന്നവരാ. നമ്മൾ പെരേന്നിറങ്ങുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിയ്യത്ത് വെക്കുക, പഠിച്ചോലെ എന്റെ പെണ്ണുങ്ങൾക്ക്, എന്റെ കുട്ടികൾക്ക്, എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്ക് അല്ലാഹുവേ ഞാൻ ചെലവ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്, എന്റെ പക്കൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന നിയ്യത്ത് വെച്ചിറങ്ങിയാല് ജോലി തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ നമ്മൾ ഇബാദത്തിലാണ്. ഇതിലും ഉമ്മത്ത് മുഹമ്മദിനുൽ മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ എന്റെ നിയ്യത്തൊക്കെ പഠിച്ചോലെ എന്റെ ഉമ്മാക്ക്, എന്റെ വാപ്പാക്ക്, എന്റെ ഭർത്താവിന്, എന്റെ കുട്ടികൾക്ക്, എന്റെ വീട്ടിലേക്കൊന്ന് നോമ്പ് തുറക്കാൻ വരുന്ന ആളുകൾക്ക് റബ്ബേ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഇത് എന്റെ മക്കളിൽ നിന്ന് നീ കബൂലാക്കണേ എന്നൊരാൾ നിയ്യത്ത് വെച്ചാൽ ആ ഭക്ഷണം പാകം ചെയ്യുന്നത് വരെ നീ ഇബാദത്തിലാണ് ഉമ്മ. ഇതിലെ ഉമ്മത്ത് മുഹമ്മദിൻ മുസ്തഫ. മാസ്റ്റർമാർ അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ കൂട്ടത്തിൽ മാസ്റ്റർമാരുണ്ടാകും, അവരെന്ത് നിയ്യത്ത് വെക്ക പഠിച്ചോനെ ഞാൻ എന്റെ വിദ്യാർത്ഥികൾക്ക് നല്ലത് മാത്രമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അവർ നല്ല സംസ്കാര സമ്പന്നരായ ആളുകളായി തീരണം പഠിച്ചോനെ, എന്റെ പക്കൽ നിന്ന് ഈ പഠിപ്പിക്കൽ നീ കബൂലാക്കണേ. ഇതൊക്കെ എഴുതിയാൽ ഏത് അമലും നിയ്യത്തുണ്ടോ ശരിയാണ്. ഉദാഹരണം, വെള്ളിയാഴ്ച നമ്മളൊക്കെ പള്ളിക്ക് പോകാൻ വേണ്ടി കുളിക്കുന്ന ആളുകളാണ് അല്ലേ, അപ്പൊ നമ്മൾ വെറുതെ വെള്ളിയാഴ്ച നമ്മൾ പോകുന്നുണ്ടാവില്ല, ഞാൻ ജുമാക്ക് പോകണല്ലോ കരുതിയിട്ട് മേത്തിലൊന്നായിട്ട് വന്നാണ് പറഞ്ഞു. പൊന്നാര മനുഷ്യന്മാർ ആ സമയത്ത് നിയ്യത്ത് വെക്ക് പഠിച്ചോനെ വെള്ളിയാഴ്ചയുടെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു. എന്താ പണിയിൽ പണി? റേഷൻ പോയി പോയിട്ട് പൈസ അരി വാങ്ങേണ്ടി ചിലവൊന്നുമില്ലല്ലോ, ഒരു 500 രൂപ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അങ്ങനെ നിയ്യത്ത് വെക്കാന് ഒന്നും വേണ്ട. അല്ലാഹു ഇത് സുന്നത്തായ വെള്ളിയാഴ്ച ദിവസത്തിൽ സുന്നത്തായ കുളിയാണ് എന്ന് നിയ്യത്ത് വെച്ചാൽ കുളിച്ചാല് കൂലി കിട്ടി. നമ്മൾ പള്ളിയിൽ കടന്നുറങ്ങുന്ന സമയത്ത് ലക്ഷ്യം നന്നാവുക.
രണ്ടാമത്തത് ഏതാണ്? രണ്ടാമത്തത് ശരീരത്തിൽ നിന്ന് പോകുന്ന കൊമ്പ് ഇനൽ നാവിലേക്കാണ്, നാവിലേക്കാണ്, നാവിലേക്കാണ്. നാവിലേക്ക് പോകുന്ന കൊമ്പുണ്ടല്ലോ, വസമർതുഹാ, ആ കൊമ്പിന്റെ ഫലമെന്തെന്നറിയോ? സിദ്ഖുൽ മഖാലത്തി, സത്യസന്ധമായ കാര്യങ്ങൾ സംസാരിക്കലാണ്. സിദ്ഖുൽ മഖാലത്തി, സത്യസന്ധമായ കാര്യങ്ങൾ സംസാരിക്കലാണ്. സത്യം മാത്രം പറഞ്ഞതുകൊണ്ടാണ് മഹാനായ ഗൗസുൽ ആസം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു ആ ഉന്നതമായ ദറജയിലേക്ക് എത്തിയത്. മഹാനായ ഗൗസുൽ ആസം തങ്ങളുണ്ടല്ലോ, അവിടുന്ന് ചോദിക്കപ്പെടുകയുണ്ടായി, ബിമനിൽ തഹാദിഹിൽ മറാത്തിബ, എങ്ങനെയാണ് ഗൗസുൽ ആസം തങ്ങളെ നിങ്ങളെ ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തിയത്? എങ്ങനെയാ നിങ്ങളെ ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തിയത്? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞുവല്ലോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ മനഃപൂർവ്വം ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല. എന്തെന്ത് മനഃപൂർവ്വം ഞാൻ കളവ് പോലും പറഞ്ഞിട്ടില്ല. ആർക്കാ ധൈര്യം ജീവിതത്തിൽ കളവും പറഞ്ഞിട്ടില്ല? ഞാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് ധൈര്യമില്ല. രാവിലെ കാര്യം തീരുമാനിച്ചെന്നതിന് കുഴപ്പമില്ലല്ലോ. ജീവിതത്തിൽ മനഃപൂർവ്വമായി ഒരു കളവും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റിയ ആൾക്കാർ ഈ സദസ്സിലുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ എന്നോട് ചോദിക്കാണ്. എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല, ഉണ്ടെന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇത് കുറച്ച് പണിയുണ്ട്. എന്തൊക്കെ എഴുതിയത്? നമുക്ക് ആ കാസാപ്പീട് വെച്ച സുഖം ഉണ്ടാവില്ല, സ്വർഗത്ത് എടുക്കാൻ കുറച്ച് പണിയുള്ള കേസാണ്. അതുകൊണ്ടല്ലേ ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എത്രയാ? 10 ആണ്. ഒരാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ കൂലിത്രയാണ്? ചുരുങ്ങിയത് 10 ആണ്. നിങ്ങൾ തെറ്റ് ചെയ്താലോ 1 കിട്ടണം. എന്നിട്ട് മനുഷ്യന്മാർ നരകത്ത് പോകുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കിങ്ങൾ. ഒരു മനുഷ്യന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഒരു സുബ്ഹാനല്ലാഹിന്റെ കൂലിയിൽ തരുന്നത് ചുരുങ്ങിയത് 10 സുബ്ഹാനല്ലാഹ് ചൊല്ലിന്റെ കൂലിയ തരുന്നത്. എന്നാലോ ഒരു മനുഷ്യൻ ഒരു കളവ് പറഞ്ഞാൽ അല്ലാഹുവിനെ രേഖപ്പെടുത്തുന്ന തിന്മ എത്ര? 10 ആണോ? മനുഷ്യന്മാരെ എത്ര? 1. എന്നിട്ടും ഈ മനുഷ്യൻ നരകത്തിൽ പോകുന്നുവെങ്കിൽ ചിന്തിക്കണം. അല്ലാഹു തആല നമുക്ക് ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഗൗസുൽ ആസം തങ്ങൾ പറഞ്ഞുവല്ലോ, ഞാൻ എന്റെ ജീവിതത്തിലെ ഉന്നതമായ ദറജ കീഴടക്കിയത് സിദ്ഖുൽ മഖാലത്തി, എന്റെ വാക്ക് മുഴുവൻ സത്യമാണ്. ചെറുപ്രായത്തിൽ ബാപ്പയതാ ലോകത്തോട് വിട പറയുകയാണ്. മഹാനായ ഗൗസുൽ ആസം തങ്ങളുടെ വിശാലമായ ചരിത്രമാണ്. എന്റെ വിഷയത്തിൽ നിന്ന് വഴുതി മാറുമെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ വിഷയത്തിൽ അധിഷ്ഠിതമായ ഭാഗത്തിലേക്ക് മാത്രം ഞാൻ കടക്കുകയാ. പഠനത്തിന് വേണ്ടി ബഗ്ദാദിലേക്ക് യാത്ര തിരിക്കുമ്പോ എന്റെ പൊന്നുമോനെ കൂട്ടി അടച്ചു പിടിച്ചുകൊണ്ട് ആ ഉമ്മ ചുടുചുമ്പ നൽകിയിട്ട് 40 ദീനാർ തന്റെ മകന്റെ കയ്യിലേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പൊന്നുമോനെ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് മഹ്ശറിൽ വെച്ച് കാണാം. ഒരു ഉമ്മ തന്റെ മകനെ ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോ പറയുന്ന വാക്കാണിത്. ഈ അമിനി ദ്വീപ്, അഗത്തി, കടമത്ത് പോലത്തെ ദ്വീപുകളിൽ നിന്ന് ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ കേരളക്കരയിലേക്ക് ഇൽമ പഠിക്കാൻ വേണ്ടി ദർസിലേക്ക് വരുന്നവരാണ്. അവരൊക്കെ നാട്ടിലേക്ക് വരുന്നത് ഒരു പക്ഷേ 1 or 2 തവണ മാത്രമായിരിക്കാം. അല്ലേ? ഒന്ന് റമദാന്റെ ലീവില് ചില ഉസ്താദുമാരെ റബീഉൽ അവ്വൽ പറഞ്ഞെങ്കിൽ അപ്പോഴും എന്റെ അടുത്ത് പോകുന്ന കുട്ടികൾ റബീഉൽ അവ്വൽ മാസം തന്നെ അപ്പം റൂമിന്റെ അടുത്ത് ഇങ്ങനെ ഈ ചക്രാനി മേയിച്ചുകൊണ്ടിങ്ങനെ വരുന്നതാണ്. എനിക്കറിയാം എന്തിനാ വന്ന്. ഞാൻ ആ വാസത്തിൽ നോക്കിയേയില്ല. കുറെ നേരം ആ വാതിലെടുത്ത് ഇങ്ങനെ നിൽക്കും. കാരണം ടിക്കറ്റൊക്കെ നേരത്തെ ആവണ്ടേ. എന്നിട്ട് കുറെ പാടി നോക്കും. ഞാൻ നോക്കൂല. ഞാൻ കിട്ടാൻ പോയി നോക്കും. പിന്നെ നോക്കാൻ വേണ്ടിട്ടേ വരക്കുക. എന്തൊക്കെ മോണാക്കം എടുക്കുകയാണ്, മിമിക്രി മോണാക്കൊക്കെ എടുക്കുന്നത്. ഞാൻ ഇവിടുന്ന് നോക്കൂല. പിന്നെ ഒരാൾ റൂമൊക്കെ ധൈര്യം സംഭരിച്ച് പുറത്തേക്കാണ് ഉള്ളിക്കാണ് ചാടും.
പിന്നെ ഉസ്താദെ ഞങ്ങൾ നാട്ടിൽ റബീല പോലെ നല്ല ഉഷാറായിട്ട് നടക്കുന്ന സമയമാണ്. എന്താ കുഴപ്പം? നമ്മളിപ്പോഴും നടക്കുന്നില്ല റബീല പോലെ ഉഷാറായിട്ട്. ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ താല്പര്യം ഉണ്ടായി. ഇവിടെ കൂടിയാൽ മതി നിങ്ങള്. അതാ പറയുമ്പോൾ സൂര്യക്കാൻ പോകും. നട്ടുച്ചക്ക് സൂര്യൻ അസ്തമിച്ച പോലെ മുഖക്കാൻ പാടും. അപ്പോ ഞാൻ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഉച്ചാന്റെ താല്പര്യം അങ്ങനെ പോയത് പിന്നെ പിന്നെ നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങളെ കോതണം ഞാൻ പറയുന്നുണ്ട്. ചിലവ് കൂടൂല. അങ്ങനെ ഒരു പക്ഷേ വർഷത്തിൽ 2 തവണ ലീവ് കിട്ടെങ്കിലേ, അല്ലെങ്കിൽ റമദാൻ മാസം കിട്ടുന്ന ലീവ് ആദ്യമായിട്ട് നോക്കുള്ളൂ. ഇപ്പോ സ്കൂളിൽ പഠിക്കുന്ന മുത്താലിമികൾക്ക് ആ ലീവില്ല. റമദാനിൽ പരീക്ഷ നടന്നൊക്കെ അള്ളാഹുത്തിലൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കാൻ അവരൊക്കെ ഇൽമു അള്ളാഹുത്തൽ സ്വീകരിക്കുമാറാകട്ടെ. അവരെ മാതാപിതാക്കൾക്ക് അള്ളാഹുത്തിൽ അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഞാൻ ആലോചിച്ചെങ്കിൽ നമ്മളെ മക്കളെ നമുക്ക് കാണാൻ അവസരം കിട്ടുന്ന കൊല്ലത്തിലെ തവണ. പക്ഷെ ഔസുല്ലാദം എന്ന് പറയുന്ന കുട്ടിയെ ഉമ്മ പറഞ്ഞേക്കുമ്പോ പറയുന്ന പൊന്നുമോനെ ലീവിന് കൊല്ലത്തിൽ ഇങ്ങോട്ട് വരണമെന്നില്ല, മനുഷ്യരെന്ന് കണ്ടാൽ മതി. ഉമ്മ മരിച്ചാലും ഉമ്മാനെ കാണാൻ വരണ്ട. വല്ലാത്തൊരു വർത്താനാണത്. ഉമ്മ മരിച്ചാലും ഉമ്മാനെ കാണാൻ വരണ്ട. എന്റെ ഉസ്താദ് മഹാനായ ശൈഖുനാ സിയ മുഹമ്മദ് മുസ്ലിയ അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരിക്കൽ ഞാന് നാട്ടിൽ നിന്ന് നേരം വൈകി വന്നു. വ്യാഴാഴ്ച കോളേജ് കൂട്ടിയാൽ ഞായറാഴ്ച വൈകുന്നേരം വരണം. തിങ്കളാഴ്ച ഉസ്താദിന്റെ ബൈവാവി സബക്കുണ്ട്. ഞാൻ ഇതിന്റെ വലുപ്പത്തിലും പറയില്ല. ഉസ്താദ് ഞാൻ തന്നെ വായിച്ചു കൊടുക്കണം. 7 കൊല്ലം ഉസ്താദ് ഞാൻ തന്നെ വായിച്ചു കൊടുത്തത് ഓരോ സബക്കിലും. അപ്പൊ അന്ന് ഉസ്താദ് ചോദിച്ചു എന്റെ PC യോടെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അന്ന് അസൗകര്യം കാരണം എന്താ അറിയൂല. ചൊവ്വാഴ്ച ഉസ്താദ് ഒന്നും പറഞ്ഞില്ല, ക്ലാസ് ഒന്നും പറഞ്ഞില്ല. വായിച്ചു. അപ്പൊ എനിക്കൊരു ക്ലാസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. കാരണം കിട്ടണമെങ്കിൽ എന്താക്കാറ് മുമ്പത്തെ പാടെന്താ തിരിയണ്ടേ? അങ്ങനെയുണ്ടല്ലോ. അങ്ങനെ ഏതായാലും കട്ടറോടൊന്നും കൂടെ കാളവണ്ടി പോണ പോലത്തെ ഞാൻ എന്താക്കി വായിച്ചു കൊടുത്തു, ഒപ്പിച്ച് വായിച്ചു കൊടുത്തു. അങ്ങനെ ഉസ്താദിന്റെ കിതാബ് ഞാൻ പിടിച്ച് റൂമിലേക്ക് പോയ സന്ദർഭത്തിൽ ഞാൻ ഒന്നും പറയാതെ തലങ്ങൾ താത്തി കിതാബ് വെച്ചിട്ട് മെല്ലെങ്ങനെ ഇറങ്ങി. എവിടേക്ക് പോകണം? അവിടെ കയറുന്നു. മനസ്സിലായി? സാധുവായ മനുഷ്യനെ ചീത്ത പറയൂല. ആരെയും ചീത്ത പറയാൻ കഴിയാത്ത ആളെ മുമ്പര്. എവിടേക്കാ പോണത്? അവിടെ നിൽക്കുകയാണോട്. ഞാൻ അവിടെ നിന്നു. എന്തിപ്പിച്ച് ഇന്നലെ ക്ലാസ് നഷ്ടപ്പെടുത്തിയത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആണ്ടുണ്ടായിരുന്നു. ആ ആണ്ടിന്റെ പരിപാടി വന്നപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നഷ്ടപ്പെട്ടതാണ്. ഇന്നലെ വൈകുന്നേരം എത്തിയിട്ടുണ്ട്. ആണ്ടുണ്ടായിട്ട് അത് നഷ്ടപ്പെടുത്തിയല്ലേ. നമുക്കൊരു കഥ കേൾക്കണം. ഞാന് വെല്ലൂര് ബാക്കിയാത്ത സ്വാലിഹാത്തിൽ പഠിക്കുന്ന സമയത്ത് എനിക്കോരോ കത്ത് ഇങ്ങനെ നാട്ടിൽ നിന്ന് വരും. ഓരോ കത്ത്, അന്ന് ഫോണില്ലല്ലോ. നാട്ടിൽ നിന്ന് ഓരോ കത്ത് വരും. ഞാൻ തുറന്നു നോക്കൂല. കാരണം തുറന്നു നോക്കിയാൽ അടുത്ത ബന്ധുക്കളിൽ നിന്ന് ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തങ്ങളെ കല്യാണക്കാരൻ കരയത്, അല്ലെങ്കിൽ വല്യപ്പാന്റെ ആദ്യത്തെ ആണ്ടേക്കാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് നാട്ടിൽ പോകേണ്ടി വരും. അവിടെ ഞാനിതാക്കൂല, കത്തൊന്നും നോക്കൂല. ഷഅബാനില് ബാക്കിയാത്ത് പൂട്ടുന്ന സമയത്ത് അട്ടിക്ക് വന്ന കത്ത് മുഴുവനും നോക്കുമ്പോഴേക്കാരം വല്യമ്മ വഫാത്തായി, വല്യപ്പാക്ക് സുഖമില്ല. അങ്ങനെ എന്റെ ശരീരന്മാരിൽ പലരുടെയും അവർ നോക്കുന്ന സമയത്ത് ഉമ്മ മരിച്ചുപോയി, ബാപ്പ മരിച്ചുപോയി. ഇതെപ്പോഴാ കാണുന്നത്? കോളേജ് കൂട്ടുമ്പോഴാണ് നോക്കുന്നത്. ഞങ്ങൾക്ക് ഇൽമു പഠിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് അതൊക്കെ. അല്ലാഹു തആല രൂപത്തിൽ ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സിദ്ഖുൽ മഖാല, നമ്മുടെ നാവിലൂടെ വരുന്നത് സത്യസന്ധമായ കാര്യങ്ങളാകണേ. നാവെന്ന് പറയുന്ന കൊമ്പിലേക്കുള്ള ആ ചില്ലയുണ്ടല്ലോ, അതിന്റെ ഫലമെന്ന് പറയുന്നത് സിദ്ഖുൽ മഖാലത്തി, സത്യം മാത്രം പറയലാണ്. ഉമ്മത്ത് മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദി വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ലാ ഇലാഹ لا إله
ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഈ ശരീരത്തിലുള്ള രണ്ട് കൊമ്പ് പറഞ്ഞു, ഏതൊക്കെ രണ്ട് കൊമ്പ് നിങ്ങളുടെ ഉണ്ടാകും നോക്കട്ടെ. ഒന്നാമത്തേതാണ് ഹൃദയം, രണ്ടാമത്തേതാ നാവ്, മൂന്നാമത്തെ കൊമ്പെന്ന് പറഞ്ഞാൽ രണ്ട് കാലുകളിലേക്കുള്ള കൊമ്പാണ്. ആ കാലുകളെന്ന് പറയുന്ന കൊമ്പുകളുണ്ടല്ലോ, അത് രണ്ടിന്റെയും ആ ഫലമെന്ന് പറയുന്നത് അൽ മശീഉ ഇലൽ ജമാഅത്തി, ജമാഅത്തിലേക്ക് നടന്നു പോകലാണ്. സംഘടിതമായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും ഭാഗമാകലാണ്. പരിശുദ്ധമായ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ജമാഅത്തിലേക്ക് പോകണേ. നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ സയ്യിദ് ഹൈദ്രോസ് മുസ്ലിയാർ, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കണേ തമ്പുരാന്. അവിടുത്തെ പൊന്നുമോനായ സയ്യിദ് ത്വയ്യിബ് ഫൈദി അദ്ദേഹത്തിന് ഉപ്പയെ കുറിച്ച് പറഞ്ഞതിനാ കേട്ടതാണല്ലോ. സയ്യിദ് ത്വയ്യിബ് ഫൈദി പട്ടിക്കാട് ജാമിഅ നൂരിൽ പഠിക്കുന്ന കാലഘട്ടമാണെന്ന് പറഞ്ഞതാണ് ഞാൻ ഓർക്കുന്നത്. അതല്ലെങ്കിൽ മുതഅല്ലിമാകുന്ന കാലഘട്ടത്തില് ഒരിക്കലതാ വീട്ടിലേക്ക് വരുന്ന സന്ദർഭമാണ്. ഏകദേശം മഗ്രിബിന്റെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മഗ്രിബിന്റെ ജമാഅത്തെല്ലാം പള്ളിയിൽ കഴിഞ്ഞിട്ടുണ്ട്. സയ്യിദ് ഉസ്താദ് വീടിന്റെ മുമ്പിലുള്ള റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. വീടിന്റെ മുമ്പിലുള്ള റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. മഹാനായ സയ്യിദ് ഉസ്താദിന്റെ പൊന്നുമോനെ ത്വയ്യിബ് ഫൈദി അവിടേക്ക് കടന്നു വരുമ്പോൾ മകനോട് ചോദിച്ചല്ലോ, ത്വയ്യിബേ നീ നിസ്കരിച്ചോ? ഞാൻ നിസ്കരിച്ചിട്ടില്ല. ബാപ്പാന്റെ ആട്ടിട്ടിരിക്കാണ്. ബാപ്പാന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് അവൽ ഭക്തി നിസ്കരിച്ച് ശീലമുള്ള മഹാന്മാരാണ്. എന്റെ ബാപ്പാക്ക് ഒരു സ്വഭാവമുണ്ട്. മൂപ്പർ പള്ളിക്കൊന്നും ബാങ്ക് കേൾക്കുമ്പോ അപ്പൊ തന്നെ മൂപ്പർ ബാങ്ക് കൊടുക്കും, എന്നിട്ട് ഉമ്മാനെ കൂട്ടി നിസ്കരിച്ചു. അത് ആ ഒരു നിലപാടിലാണ് നല്ല മനുഷ്യന്മാരുണ്ട്. എന്നതുപോലെ ചോദിച്ചാൽ തൊയ്യപ്പറ്റി നിസ്കരിച്ചു. ബാപ്പാണ്ട് നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞ അടി കിട്ടുന്ന പേടിച്ചിട്ട് മൂപ്പർ എന്ത് പറഞ്ഞു? ഞാൻ നിസ്കരിച്ചത് സംഭവം നിസ്കരിച്ചു മൂപ്പര് നിസ്കരിച്ചില്ല. അപ്പൊ എന്നാ പോയിക്കോ, കഴിയൊക്കെ ആയിക്കോ. മൂപ്പരിങ്ങനെ പോയി അപ്പുറത്ത് നിന്ന് റോട്ടുമ്പോ പോയി നോക്കി. പാപ്പട ഞാൻ നിൽക്കാം. വരുന്ന ആൾക്കാർക്ക് ചോദിച്ചു, നിങ്ങൾ നിസ്കരിച്ചോ? നിങ്ങൾ നിസ്കരിച്ചോ? നിങ്ങൾ നിസ്കരിച്ചോ? ഓരെല്ലാവരും നിസ്കരിച്ചോ? അപ്പൊ ഒരാൾ പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു പോകണം. അയാൾ ചോദിച്ചു, നിങ്ങൾ നിസ്കരിച്ചോ? ഇല്ല, ഞാൻ നിസ്കരിച്ചില്ല. അൽഹംദുലില്ലാ, ഞാനും മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല. ജമാഅത്തിന് ആള് കിട്ടായിട്ട് കുടുങ്ങി നടക്കാണ് ഞാന്. എന്റെ മോനോട് ചോദിച്ചപ്പോ ഓനും കൂടി നിസ്കരിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ജമാഅത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് നിസ്കാരം നഷ്ടപ്പെടുന്നതിന്റെ സമാനമായി കാണുന്ന മഹാരഥന്മാർ. അൽ മശീഉ ഇലൽ ജമാഅ, നല്ല നല്ല ജമാഅത്തിലേക്ക് നടന്നു പോകലാണ്. എത്ര മുമ്പായി? 3 അല്ലേ? നാലാമത്തെ കൊമ്പെന്ന് പറഞ്ഞാൽ കൈകളെന്ന് പറയുന്ന കൊമ്പാണ്. കൈകളെന്ന് പറയുന്ന കൊമ്പുണ്ടല്ലോ, അതിന്റെ സമർത്ഥെന്ന് പറഞ്ഞാൽ സ്വതക്ക നൽകലാണ്. ഉമ്മത്ത് മുഹമ്മദിനിൽ മുസ്തഫ. അവിടെ നമ്മൾ കഴിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോ അവയവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ വയറ് അവസാനിക്കാം. ഓരോ അവയവങ്ങളും ശരിയായാൽ മനുഷ്യന്മാർ നന്നായി. ഇതൊക്കെ നമ്മൾ അവയവങ്ങളിൽ വേറെ അവയവമുണ്ടോ? ഇനിയിപ്പോ സൈഡിൽ കൂടെ വേറെ ഫിറ്റ് ചെയ്യണം. ഇനി വാലുമാണോ? നോക്കോളി. ഇന്നിപ്പോ എല്ലാ അവയവമൊക്കെ ചെത്തി സ്വന്റെ ഒഴിവാക്കി വേറെ ആളാകാൻ വേണ്ടി നോക്കുന്ന കാലാപത്. ഞാൻ ആൾക്കാരെ വേറെ കണ്ടില്ല. ഈ വള്ളിക്കാടിന് മുമ്പ് വെച്ചിട്ട് ആണായി നമ്മൾ തന്നെ പെണ്ണായി. പെണ്ണായി നടന്ന ആള് ആണല്ല. പഠിച്ചപോലെ ആ മുസീബത്തൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഒരു ചെറുക്കാരി ആണ് കെട്ടിയാ പറയില്ല. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഫുള്ള് സജീവനെ. എന്നിട്ട് ഓന് പറഞ്ഞ പഠിച്ചല്ലോ, ഓള് എന്ന് പറയണം. എന്നിട്ട് ഓന് വേറെ ഒരുത്തന്റെ ഇപ്പം ജീവിക്കുന്നോളെ കല്യാണം എന്ത്
ഹോർമോണൊക്കെ കുത്തിക്കയറ്റി ഇവന്റെ സാമാനൊക്കെ മുറിച്ചിട്ട് വേറെ സാധനം കയറ്റി കൂട്ടിയിട്ട് ഇവൻ പെണ്ണായിട്ട് ഓന്റെ പെണ്ണ ആള് പുതിയാപ്പിളിയായി ഇവൻ പെണ്ണും കൂടെ ആയിട്ട് ഇനി കുറച്ചിട്ട് കല്യാണം. എന്തൊക്കെ പുതിയവിടെ കാണാൻ. പെണ്ണാണാകുക, ആട് പെണ്ണാകുക, ഇതൊക്കെ അശ്റാത്തു സഅത്തിൽ പെട്ടതാണ്. ആദരവായ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ. ഇപ്പൊ നമ്മൾ ഈ അടുത്ത് ചന്ദ്രപ്പിറവി ഇവിടെ നല്ല തെളിഞ്ഞു കണ്ടിട്ടുള്ള ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ കേരളത്തില് മാസം കണ്ടത് ഞങ്ങളുടെ നാട്ടുകാരാണ് പള്ളിന്റെ മുറ്റത്തുന്ന. എങ്ങനെ മാസം കണ്ടതേ 29 മാസം ഉണ്ടായിട്ടുള്ളൂ. സാധാരണ കാപ്പാടും പൊന്നാനും ഓടിമ്പടി ഓരോ കടപ്പുറത്ത് പോയി അട്ടത്തൊക്കെ നോക്കും മാസം വരുന്നുണ്ടോ വരുന്നുണ്ടോ വരുന്നുണ്ടോ. അങ്ങനെ വന്ന കാതിമാനത്ത് പോയി പല മാസം കണ്ടിട്ടുണ്ട്. അപ്പൊ കാതിമാനം ഒപ്പിച്ചു. ഈ കുറി അങ്ങോട്ട് പൊന്നാനിക്കൊന്നും കൊണ്ട് ആവശ്യം വന്നില്ല. പള്ളിന്റെ മുറ്റത്ത് നോക്കിയപ്പോ എന്റെ കണ്ണുകൊണ്ട് മാസം കണ്ടിട്ടുണ്ട്. അപ്പൊ കുറെ ആൾക്കാര് പഠിച്ച തമ്പുരാനെ ഞങ്ങൾ ഒരു നോമ്പ് പോയല്ലോ. കാരണം പള്ളിന്റെ മുറ്റത്ത് മാസം കണ്ടാല് അല്ലെ അങ്ങനെ കാണാൻ മുമ്പത്തെ ദിവസം ഉണ്ടാക്കണം. നോമ്പ് ആവേണ്ടതല്ലേ. അപ്പൊ എന്റെ അടുത്ത് ഞങ്ങളെ മഹലിൽ നിന്ന് 2-3 ഉസ്താദ് നമുക്കിപ്പോ നോമ്പ് 2 അത് നോമ്പ് 1 നോമ്പ് 1 2 നോമ്പ് 1 2 അങ്ങനെ ചോദിച്ചു. ഇന്നലെ കണ്ടില്ല. ഇന്നലെ കണ്ടില്ല. ഇന്നലെ കണ്ട ആരെങ്കിലും ഉണ്ടോ? ആരും കണ്ടില്ല. സ്ഥലം കൊണ്ട് നോമ്പ് 1 തന്നെയാണ്. എങ്ങനെ ഇന്നലെ ആരും കണ്ടില്ല. 28 രാവിലെ കഴിഞ്ഞ ഷാബാൻ 28 രാവിലെ 24 മിനിറ്റ് ചന്ദ്രോദയത്തിന്റെ സമയമാണ്. ഗോളശാസ്ത്രത്തിലെ കണക്ക് പ്രകാരം വിസാലത്തിലെ ഹിസാബിലെ മാറത്തിനെയും കണക്ക് വെച്ച് ഞാൻ നോക്കിയൊക്കെ പിൻകിട്ടിയത് 24 മിനിറ്റ് ചന്ദ്രൻ ആകാശത്തിലുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മുടെ നേത്ര പഠനങ്ങളെ കൊണ്ട് തന്നെ കാണണം, എന്നാലേ മാസം പരിഗണിക്കുകയുള്ളൂ. പിറ്റേ രണ്ടാമത്തെ ദിവസം 1.5 മണിക്കൂറിനോളം എന്തുണ്ട്? ചന്ദ്രന്റെ ഉദയവും അസ്തമയവുമായിട്ട് 1.5 മണിക്കൂറോളം ഉണ്ട്. അപ്പൊ എല്ലാവരും കണ്ടു. അപ്പൊ ആൾക്കാർക്ക് റിസ്കാൽ പഠിച്ചോനെ ഞങ്ങൾ ഇന്നലത്തെ നോമ്പ് നഷ്ടപ്പെട്ടു പോയിക്കണോ? ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചന്ദ്രന്റെ പിറവി പൂർണ്ണമായി കാണാമെന്ന് ആദരവായ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ലോകാവസാനത്തിന് അടയാളം മുഅ്മിനീങ്ങളേത്? ഞാൻ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുത്ത ഹദീസിന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മണ്ടത്. കുട്ടികൾക്ക് ഓതിർത്തത് ചന്ദ്രനെ കാണുമ്പോൾ നമ്മള് ഫസ്റ്റ് ഉദയം പോലെ തോന്നൂല, രണ്ടാമത്തെ ഉദയമായി മനുഷ്യന്മാർക്ക് തോന്നുന്ന ഒരു കാലഘട്ടം വന്നാൽ ഖിയാമത്ത് നാളെ പ്രതീക്ഷിക്കുക എന്ന ആദരവായ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ. നല്ലോണം ചിന്തിച്ചോളി. ഇനി നമ്മൾ പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കിയാൽ മതി, എല്ലാ അടയാളം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എല്ലാ അടയാളം വന്നിട്ടുണ്ട്. വെറുതെ പറയില്ല, എല്ലാ അടയാളമായിട്ടാണ്. ഇനി ഇങ്ങനെ ഇമാം മഹദിനെ പ്രതീക്ഷിച്ചോ. എന്റെ അഭിപ്രായത്തിൽ ഇമാം മഹദിക്കൊപ്പം ജനിക്കാൻ സാധ്യത ഏറെയാണ്. ഞാൻ ഓരോന്നും പറഞ്ഞതാക്കുന്നില്ല, എന്റെ അഭിപ്രായം ഓന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇമാം മഹദിയെ പ്രസവിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. വല്ലാതെ കാര്യം പോകുന്നു തോന്നുന്നില്ല. അല്ലാഹുത്തആല നമുക്കൊക്കെ ശേഷിച്ച കാലയളവിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നിപ്പോ ഓരോ കോലം കാണണ്ടേ, ഓരോ ഫാഷന് കാണണ്ടേ. ഒരു 10-25 കൊല്ലം മുമ്പ് വച്ചുപോയ കാലം കാണും. ഇന്ന് നാട്ടുകാരെ കോലം കണ്ടാൽ ഒരു അന്തം വിട്ടു. കാരണം ഈ ഫോണിന്റെ വഴി നമ്മളിന്ന് തോണ്ടറ കാണുമ്പോൾ 25 കൊല്ലം മുമ്പ് മറ്റൊരു കാക്ക നീട്ടുമ്പോ എന്താ ഈ കുന്ത്രാണ്ട പോലെ കഴിക്കല്. ഓരോരുത്തരെ തല കാണണ്ടേ. ചെറുപ്പകാലത്ത് കക്കൂസ്ത ബ്രഷ് പോലത്തെ തലയാണ്. കക്കൂസ്ത ബ്രഷ് പോലത്തെ തല, മരംകൊത്തിന്റെ തല പോലത്തെ തല. ഇവിടെ തന്നെ പൊന്തിയിട്ട് ഇവിടെ ഇങ്ങനെ ചരണ്ടിട്ട് എലി കാർന്ന കൊപ്പരയെ പോലെ, അങ്ങനത്തെ പറയാം. എലി കാർന്ന കൊപ്പരയെ പോലത്തെ തലകള്. ഓരോ ദിവസം ഓരോ മോഡല. തല ഇവിടെ പൊന്തിയിട്ട് ഇവിടെ താടിക്ക് കാണണ്ടേ, ഭയങ്കര താടി. അത് സുന്നത്തിന്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. സ്വഹാബത്തിന്റെ താടി വലിയ താടിയായിരുന്നു. പിന്നെ സ്വഹാബത്തിന് പേരും കൂടി പറയാൻ വെച്ചില്ല. ഏതോ സിനിമയിൽ ഏതോ കോന്തൽ ചെയ്തുണ്ടാവും. ഓരോ ഹംക്കളായി മാറി.
ഇതൊക്കെ അശ്റാത്തു സാഅത്താണ്. ഈ ഉമ്മത്ത് മുഹമ്മദിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലയോ മുഅ്മിനീങ്ങളെ, നമ്മുടെ അടുത്ത പമ്പിനെ പരിചയപ്പെടുത്തിയത് കൈയാണല്ലോ. ഈ കൈകളെ കൊണ്ടുള്ള സമരത്ത് എന്താണ്? സ്വതക്ക നൽകലാണല്ലോ, സ്വതക്ക നൽകലാണല്ലോ. ഈ സ്വതക്ക കൊടുത്ത കരങ്ങൾ ഒന്നുപോലും മുടങ്ങിയിട്ടില്ല. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അലിയാർ തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അലി തങ്ങളെ, നമ്മുടെ വീട്ടിൽ ഭക്ഷണമില്ലല്ലോ, അങ്ങാടിയിൽ പോയി എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ ഭക്ഷിക്കാൻ അലി തങ്ങളെ. ഫാത്തിമ ബി പറഞ്ഞപ്പോൾ ഫാത്തിമ അങ്ങാടിയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ കയ്യിൽ പണം വേണ്ടേ? പണമില്ലല്ലോ ഫാത്തിമ, പണമില്ലല്ലോ ഫാത്തിമ. ആ സമയത്താണല്ലോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു സാധനം കൊടുത്തുകൊണ്ട് പറഞ്ഞു, അലിയാര് തങ്ങളെ, ഇത് എന്റെ ഉപ്പ എനിക്ക് തന്നതാണ്. ഇത് നിങ്ങൾ പോയി വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം 6 ദിർഹമിനോളം ലഭിക്കുന്നതാണ്. 6 ദിർഹം നിങ്ങൾ കൊണ്ടുപോയി അങ്ങാടിയിൽ പോയി നിങ്ങൾ സാധനം വാങ്ങി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, അലി തങ്ങൾ ആ സാധനം അതാ വിറ്റപ്പോൾ 6 ദിർഹം കിട്ടുകയാണ്. കിട്ടിയ 6 ദിർഹവുമായി അങ്ങാടിയിലേക്ക് സാധനം വാങ്ങാൻ പോകുന്ന അലി തങ്ങളോട് ഒരു യാചകന് കൈനീട്ടി എന്തെങ്കിലും ഉണ്ടോ? അലി തങ്ങൾ എല്ലാ 6 ദിർഹമായ യാചകന് നൽകി. അവനാന്റെ പഴയ പട്ടിണിയാണ്. കിട്ടിയ പൈസ ആ യാചകന് കൊടുത്തും ചെയ്തു. പിന്നെ ആലോചിച്ച പഠിച്ചോനെ, അല്ലാഹുവേ ഫാത്തിമാനോട് ഇപ്പൊ എന്താ ഞാൻ പറയാ? 6 ദിർഹം കിട്ടിയ യാചകന് കൊടുത്തും ചെയ്തുള്ളതൊക്കെ ഇങ്ങനെ തരം താഴ്ത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു അറബിയായ സഹോദരൻ ഒരു ഒട്ടകവും പിടിച്ച് നിങ്ങൾ നടന്നു വരുന്നത്. അലി തങ്ങളെ, ഈ ഒട്ടകം കൊണ്ടിട്ട് ഒന്ന് വാങ്ങുമോ? അല്ലെങ്കിൽ ഇവിടെ ഇടിവേറ്റ് കുത്തക്കണക്കിനൊക്കെ പാമ്പ് കൊത്താൻ വരുന്നത്. ഒന്നും കഴിക്കലില്ല. പാമ്പ് കൊത്തിയാൽ ഇടിയേറ്റു എന്ന് പറഞ്ഞ സന്ദർഭം എന്തുപോലെ ഉള്ളതും കൊടുത്തപ്പോ ചോദിക്കാണ്, നിങ്ങള് ഇന്റെ കയ്യിൽ നിന്ന് ഇതൊന്ന് വാങ്ങോ? അലി തങ്ങൾ പറഞ്ഞു, പൊന്നാര മനുഷ്യൻ, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. വാങ്ങണമെങ്കിൽ പൈസ വേണ്ടേ? എന്റെ കയ്യിൽ ഉറുപ്പിയില്ല. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് വിറ്റിട്ട് ക്യാഷ് കിട്ടുന്ന അപ്പൊ തന്നാൽ മതി. അപ്പൊ അലി തങ്ങൾ അങ്ങനത്തെ ഡിമാൻഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഇൻഷാല്ലാഹ് ഞാൻ വാങ്ങാം. എത്ര രൂപയൊക്കെ വാങ്ങുന്നത്? 100 രൂപ. എത്ര രൂപയ്ക്ക്? 100 രൂപ. അങ്ങനെ ഏതാ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു 100 ദിർഹമിനതാ ഒട്ടകം വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ അലി തങ്ങൾ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് മുന്നോട്ട് പോകുമ്പോ മറ്റൊരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യൻ ചോദിക്കുന്നു, അലി തങ്ങളെ, ഈ ഒട്ടകത്തെ നിങ്ങൾ വിൽക്കുന്നുണ്ടോ? അലി തങ്ങളെ, ഈ ഒട്ടകത്തെ നിങ്ങൾ വിൽക്കുന്നുവോ? അലി തങ്ങൾ പറഞ്ഞു, ഞാൻ വിൽക്കുന്നുണ്ട്. എത്ര രൂപക്ക്? 160 രൂപക്ക്. ഒറ്റ ദിവസം നടക്കണം കേട്ടോ. ഈ ഒട്ടകത്തെ നിങ്ങൾ വിൽക്കുന്നുണ്ടോ? 160 രൂപക്ക്. ആയിക്കോട്ടെ, ഞാൻ വാങ്ങാം. സംഭവിച്ചു. അങ്ങനെ 160 രൂപ അലി തങ്ങൾ കൊടുത്തു. അലി തങ്ങൾ ആദ്യത്തെ ആൾ അന്വേഷിച്ചിങ്ങനെ പോയി. ആദ്യത്തെ ആളെ കണ്ടുമുട്ടി. അല്ല, എന്നിട്ട് 100 രൂപ തരാൻ ചെയ്യുന്നു. ആ ഉണ്ടായി ചോദി. ഇനി എത്ര രൂപ കഴിക്കല്? 60 രൂപ ഉണ്ട്. അലി തങ്ങൾ ആകാത്തപ്പെട്ട് 6 രൂപ കൊടുത്തു. പഠിച്ചു എത്ര കൊടുത്ത്? 60 കൊടുത്തു. അലി തങ്ങൾ അങ്ങാടിക്കുന്നില്ല പോയത്, നേരെ കുടിക്ക് പോകാനും. കുടി എന്ന് പറഞ്ഞാല് വീട്ടിക്ക് പോകാനും. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ, എന്തിനാ അലി തങ്ങൾ ഇങ്ങനെ ചിരിക്കണത്? അൽഹംദുലില്ലാഹ്, ഫാത്തിമ എന്റെ കയ്യിലേക്കൊന്ന് നോക്കൂ. ഫാത്തിമ, പടച്ചോനെ 60 ദിർഹമോ? എവിടുന്ന് 60 ദിർഹമോ കിട്ടിയത്? അപ്പൊ അലി തങ്ങൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന് 6 കൊടുത്തപ്പോ അല്ലാഹ് എനിക്ക് എത്ര തന്നു?
60 തന്നതാണ്. അപ്പൊ ഫാത്തിമ ബി പറഞ്ഞു, നമ്മൾ ബാപ്പാന്റെ അടുത്ത് പോകുക, ഇതിലെന്തോ രഹസ്യമുണ്ട്, നമ്മൾ ബാപ്പാന്റെ അടുത്ത് പോകുക. ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ സംഭവം ഉണ്ടായി യാ റസൂലല്ലാഹ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അലി തങ്ങളെ എന്താ സംഭവം എന്നറിയോ? നിങ്ങൾക്ക് ആ ഒട്ടകത്ത് ആദ്യം 100 രൂപയ്ക്ക് വിറ്റ ആള് ആരെന്നറിയോ? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. 100 രൂപക്ക് ഒട്ടകത്തെ വിറ്റ ആള് ജിബ്രീലാണ്. ആ 160 രൂപക്ക് നിങ്ങളുടെ പക്കൽ നിന്ന് ആ ഒട്ടകത്തെ വാങ്ങിയ ആളാരെന്നറിയോ? അലൈഹിസ്സലാം, മഹാനായ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞ, അലി തങ്ങളെ നിങ്ങൾക്കൊരു അമ്മോശാഖയുണ്ടല്ലോ. അമ്മോശാഖ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പിതാവ്. നിങ്ങൾക്കൊരു അമ്മോശാഖയുണ്ടല്ലോ. സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ. ആ അമ്മോശാഖ എന്ന് പറഞ്ഞാൽ അംബിയ മുർസലീങ്ങളുടെ നേതാവാണ്. അഥവാ ഞാനാണെന്ന് ആദരവായ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ. അലി തങ്ങളെ നിങ്ങൾക്കൊരു ഭാര്യയുണ്ടല്ലോ. ആ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നുമോള് ഫാത്തിമയാണ്. ആ ഫാത്തിമ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളുടെയും സ്വർഗത്തിലെ നേതാവാണെന്ന് ആദരവായ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ. ലക ഇബ്നാ, അലി തങ്ങളെ നിങ്ങൾക്ക് 2 മക്കളുണ്ടല്ലോ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഹുമാ ശബാബാ, ഹുമാ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്നത്തി. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് എന്റെ പേരക്കിടാങ്ങളായ നിങ്ങളുടെ 2 മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ എന്ന് റൂഹേ ഫിദാ നബി മുഹമ്മദുൽ മുസ്തഫ. ആലോചിക്ക്, വല്ലാത്തൊരു കുടുംബല്ലേ. അമ്മോശാക്ക അംബിയ മുസ്ലിങ്ങളുടെ നേതാവ്. പെണ്ണുങ്ങൾ ആരാ? തന്റെ ഭാര്യ ആരാ? സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ്. തന്റെ 2 മക്കള് യുവാക്കളുടെ സ്വർഗത്തിൽ നേതാവ്. പഠിച്ചോനെ, ഞങ്ങൾ ഈ നാട്ടിലുള്ള യുവാക്കൾ മുഴുവനും ആ 2 മക്കൾക്ക് സ്വർഗത്തിന്റെ ഒരുമിച്ച് കൂട്ടണ തമ്പുരാനെ. അപ്പം പിന്നെ പുതിയാപ്പലിനെ കുറിച്ച് പറഞ്ഞു. ഈ പറയേണ്ട ആവശ്യമില്ല മനുഷ്യന്മാരെ. അങ്ങനത്തെ മക്കളെ ബാപ്പയാകാൻ തൗഫീക്ക് കിട്ടാൻ പറ്റാത്ത തൗഫീക്കല്ലേ അല്ലേ? മക്കള് സ്വാധീനങ്ങളായാൽ അതിന്റെ പവർ ആർക്കാണ്? ബാപ്പാക്കുമ്മക്ക. എന്നാൽ ഈ അലി തങ്ങളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത്, അൽ മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാനാണ് ഇൽമെന്ന പട്ടണം. ആ പട്ടണത്തിലേക്ക് കടക്കാനുള്ള വാതിലുണ്ടല്ലോ, അതിന്റെ അലിയാണെന്ന് മഹാനായ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ. അനല്ലദീ സമ്മതിൽ ഉമ്മി ഹൈദറ കലൈസി ഖാതിൽ കരീഹിൽ മല്ലറ. അനല്ലദീ സമ്മതിൽ ഉമ്മി حيدر فليس غابات الكريه المنظرا. എന്റെ ഉമ്മയിലേക്ക് ഹൈദർ പുലിക്കുട്ടി എന്നാണ് പേര് വെച്ചത്. ഞാനെന്ന് പറഞ്ഞാൽ ഉൾക്കാടുകളിലെ വനത്തിലുള്ള സിംഹരാജാവിനെ പോലെ ആരാരും കണ്ടാൽ ഭയന്നു പോകുന്നവരാണ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ثم اللقاء النبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. തമ്പുരാന് 10-11 വർഷക്കാലമായി
10-11 വർഷക്കാലമായി ഈ പരിശുദ്ധമായ പ്രഭാഷണ പരമ്പരകളിൽ ഈ സദസ്സുകളിലേക്ക് ആരൊക്കെയാണോ റബ്ബേ കൊടുത്തത് അവർക്കെല്ലാവർക്കും അറിയാതെ തങ്ങളെ കൂടെ സ്വർഗത്തിലെ സ്ഥാനം നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ, 6 ദിർഹം അല്ലാഹുവിന് വേണ്ടി കൊടുത്തപ്പോൾ 60 ദിർഹം അല്ലാഹു തലയേറെയായി കൊടുത്തു, 10 ഇരട്ടി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ എപ്പോഴും സിദ്ദീഖ് തങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം അതാ സിദ്ദീഖ് തങ്ങളെ കാണുന്നില്ല, രണ്ടാമത്തെ ദിവസവും കാണുന്നില്ല, മൂന്നാമത്തെ ദിവസവും കാണുന്നില്ല, 3 ദിവസവും സിദ്ദീഖ് തങ്ങളെ കാണാതായപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ഐന ഹിബ്ബി അബൂബക്കർ സിദ്ദീഖ്, എന്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് എവിടെ? നബിതങ്ങളെ കാണാതെ സിദ്ദീഖ് തങ്ങൾ ഇരിക്കാറില്ല. അറിയോ നിങ്ങൾക്ക്, പരിശുദ്ധമായ കഅബാലയത്തിൽ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രഖ്യാപനവുമായി സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എണീറ്റിരുന്നപ്പോൾ ശത്രുക്കൾ അടിക്കുകയാ. സിദ്ദീഖ് തങ്ങൾ ബോധരഹിതനായി താഴേക്ക് വീഴുകയാ, ബോധരഹിതനായി താഴേക്ക് വീഴുകയാണ്. രക്തം ശരീരത്തിൽ നിന്ന് വാർമൊലിക്കുകയാ. സ്വഹാബത്തദാ സിദ്ദീഖ് തങ്ങൾ കയ്യും കാലും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തുമ്പോ ബോധം തെളിഞ്ഞപ്പോൾ ആദ്യമായി സിദ്ദീഖ് തങ്ങൾ ചോദിച്ചതെന്താണ്? ഐന ഹബീബി ഐന റസൂലുള്ളാഹ് ഐന ഹബീബി, എന്റെ റസൂൽ എവിടെയാ എന്നാ സിദ്ദീഖ് തങ്ങൾ ആദ്യമായി ചോദിച്ചത്. ഒരു നിമിഷം പോലും അല്ലാഹുവിന്റെ ഹബീബിനെ കാണാതിരിക്കാൻ സിദ്ദീഖ് തങ്ങൾക്ക് കഴിയൂല. നബി തങ്ങൾക്ക് തിരിച്ചും അങ്ങനെയാ. സിദ്ദീഖ് തങ്ങളെ കാണാതിരുന്ന റസൂലുള്ളാഹിക്ക് സങ്കടമാണ്. 3 ദിവസമായല്ലോ സിദ്ദീഖ് തങ്ങളെ കണ്ടിട്ട്. സ്വഹാബാ എവിടെയാ സിദ്ദീഖ്? സ്വഹാബാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, 3 ദിവസം മുമ്പ് സിദ്ദീഖ് തങ്ങൾ സ്വതക്ക ചെയ്തത് നിങ്ങൾ മറന്നുപോയോ? 40,000 ദീനാറുകള്, 40,000 സ്വർണ്ണ നാണയങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് രഹസ്യമായി സ്വതക്ക ചെയ്തു മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പരസ്യമായി 40,000 ദീനാറ് സ്വതക്ക ചെയ്യുകയാണ്. പരസ്യമായും രഹസ്യമായും എത്ര ദീനാറുകള്? 40,000 ദീനാറുകൾ സ്വതക്ക ചെയ്യുകയാണ്. മൊത്തം 80,000 ദീനാറുകൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്തു. സുബ്ഹാനല്ലാഹ്, എന്റെ സമ്പാദ്യം മുഴുവൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്തു. സുബ്ഹാനല്ലാഹ്, അവസാനമതാ തനിക്കൊട്ടുടുക്കാൻ നല്ല വസ്ത്രം പോലും ഇല്ലാതെയായി മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിദ്ദീഖ് തങ്ങൾ എന്താ 3 ദിവസം ഈ പരിശുദ്ധമായ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാത്തതെന്നറിയോ? നബിയെ, സിദ്ദീഖ് തങ്ങൾക്ക് മാന്യമായ വസ്ത്രം പോലുമില്ലാതെ വീട്ടിൽ പ്രയാസപ്പെട്ടിരിക്കുകയാണ് നബിയെ. ആ സമയത്തതാ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബ, എന്റെ സിദ്ദീഖിന് ധരിക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ നിങ്ങളെ കയ്യിലുണ്ടോ? എന്റെ സിദ്ദീഖിന് ധരിക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ നിങ്ങളെ കയ്യിലുണ്ടോ? സ്വഹാബത്ത് കൈമലത്തുന്നു, നബിയെ, ഞങ്ങളെ കയ്യിലില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ ഓരോരോ ഭാര്യമാരെ വീട്ടുകളിലേക്ക് പോവുകയാ. ആയിഷ ബീവിയോട് ചോദിക്കുന്ന, ആയിഷ, എന്റെ ഉപ്പയായ സിദ്ദീഖ് തങ്ങളുണ്ടല്ലോ, എന്റെ കൂട്ടുകാരനായ സിദ്ദീഖ് തങ്ങളുണ്ടല്ലോ, ഒരു
വസ്ത്രം പോലും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ് ആയിഷ. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ആയിഷ? നബി തങ്ങളായി യാചിക്കുന്നത് ഓർക്കണേ 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 ഓർക്കണേ. ഇല്ലല്ലോ നബിയേ. എല്ലാ ഭാര്യമാരും കൈമലർത്തുകയാണ്. അവസാനമതാ നബി തങ്ങൾ തന്റെ മകളായ ഫാത്തിമ ബീവിയുടെ അരികിലേക്ക് പോകുന്നു. ഫാത്തിമ, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഒരു വസ്ത്രമായി ഉപയോഗിക്കാൻ പറ്റിയ, എന്റെ സിദ്ദീഖിന് വസ്ത്രമായി ഉപയോഗിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ ഫാത്തിമ? അല്ലയോ നബിയെ ഉപ്പാ, സിദ്ദീഖ് തങ്ങൾക്ക് ധരിക്കാൻ പറ്റിയ വസ്ത്രം എന്റെ കയ്യിലില്ലല്ലോ ഉപ്പാ. എല്ലാവരും മടക്കി പറഞ്ഞപ്പോ നബി തങ്ങൾക്കാകെ സങ്കടമായി. എന്റെ കൂട്ടുകാരനെ പറ്റിയ വസ്ത്രം ഒരാളെ കയ്യിലുമില്ലല്ലോ. നബി തങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടതാ മദീന പള്ളിയിലേക്ക് പോകുമ്പോ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ ഖാദിമിനെ പിടിക്കുകയാണ്. എന്നിട്ട് ഖാദിമിനോട് പറയുന്നു, ഈ ഈത്തപ്പന നാര് കൊണ്ട് കെട്ടിണ്ടാക്കിയ പുതപ്പുണ്ടല്ലോ, അത് എന്റെ ഉപ്പ എന്റെ കല്യാണത്തിന്റെ അന്ന് സമ്മാനമായി തന്ന പുതപ്പാ. അത് എന്റെ ഉപ്പ എനിക്ക് കല്യാണ ദിവസം സമ്മാനമായി തന്ന പുതപ്പാ. ഈ പുതപ്പ് നിങ്ങള് സിദ്ദീഖ് തങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണേ. എന്റെ ഉപ്പ ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്ന് പറയാൻ കാരണം, ഈ പുതപ്പെങ്ങാനും എന്റെ ഉപ്പാക്ക് കൊടുത്താൽ എന്റെ ഉപ്പ സങ്കടപ്പെട്ട് കരഞ്ഞു പോകും. അതുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങളോട് ഒരിക്കലും തന്നെ ബാപ്പായോട് പറയരുത് എന്ന് പറയണം. ഈ പുതപ്പ് എന്റെ മകൾ ഫാത്തിമയാണ് തന്നത് എന്ന വിവരം എന്റെ ഉപ്പയോട് പറയരുതേ. ഈ വസിയത്ത് മാത്രമാണുള്ളത്, ഇത് ഞാനാണ് തന്നത് എന്ന് ഒരിക്കലും തന്നെ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയരുത്. ആദിമതാ മഹാനായ സിദ്ദീഖ് തങ്ങൾ അരികിലേക്ക് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് തങ്ങളോട് ഈ വിഷയം പറഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങളതാ ആ പുതപ്പതാ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ച് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരയിലേക്ക് ഓടുമ്പോഴാണ്, ആ സമയത്താണ് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ സവിധത്തിലേക്ക് വരികയാണ്. സിദ്ദീഖ് തങ്ങൾ എന്തൊരു വസ്ത്രമാണോ ധരിച്ചത്, ആ വസ്ത്രം തന്നെയാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ധരിച്ചത്. യാ റസൂലല്ലാഹ്, ഇന്നല്ലാഹ യഖറഉ അലൈക അസ്സലാം. നബിയെ, അല്ലാഹു തആല നിങ്ങളോട് സലാം പറയുന്നുണ്ട്. സലാം അടച്ച ഉടനെ തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ജിബ്രീലേ, എന്തേ ജിബ്രീലേ പറ്റിയത്? നിങ്ങൾ എന്തേ ഇന്നൊരു മുഷിന്റെ വസ്ത്രം ധരിച്ച് എന്റെ അരികിലേക്ക് വന്നത്? സാധാരണ വരാറുള്ളത് പോലെയല്ലോ. എന്തേ നിങ്ങൾ ഇങ്ങനത്തെ മുഷിന്റെ വസ്ത്രം ധരിച്ചു വന്നത്? യാ റസൂലല്ലാഹ്, ഈ വസ്ത്രമെന്ന് പറഞ്ഞാൽ കേവലം ഒരു വസ്ത്രമല്ല നബിയേ, ഇത് സിദ്ദീഖുൽ അക്ബർ തങ്ങളിൽ നിന്നിട്ട വസ്ത്രമാണ് നബിയേ. ഇന്ന് ഞങ്ങൾ കോടാനുകോടി വരുന്ന മലായിക്കത്ത് മുഴുവനും ഈ വസ്ത്രമാണ് ഇട്ടത്. യാ റസൂലല്ലാഹ്, ഇന്ന് ഞങ്ങൾ മലായിക്കത്തിന്റെ വസ്ത്രം മുഴുവനും ഇതാണ് നബിയേ. കുറച്ചു കഴിഞ്ഞാൽ സിദ്ദീഖ് തങ്ങൾ ഞങ്ങൾ അരികിലേക്ക് വരൂ. ആ സമയത്ത് അല്ലാഹു തആല പറയാൻ വേണ്ടി പറഞ്ഞ കാര്യമുണ്ട്. ഇന്നല്ലാഹ റാദിൻ അൻ നബീ ബക്കറിൻ സിദ്ദീഖ്, അല്ലാഹു തആലാക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. റാദിൻ അന്നീ, എന്നെ നിനക്ക് ഇഷ്ടമുണ്ടോ സിദ്ദീഖേ എന്ന് അല്ലാഹ് ചോദിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞേച്ചതാണ് നബിയേ. എന്ത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. നല്ല സിദ്ദീഖ് തങ്ങളെ അള്ളയായി എന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി അള്ളന്നെ പറഞ്ഞേച്ചതാണ്. സിദ്ദീഖ് തങ്ങൾ വന്നു.
നബിതങ്ങൾ തിരിച്ചു പറഞ്ഞ സിദ്ദീഖ് തങ്ങളെ അൽഹംദുലില്ലാഹ് ഇപ്പൊ ജിബ്രീൽ വന്ന് പോയതേ ഉള്ളൂ. എന്ത് നബിയെ? അള്ളാഹുത്തിലെ കാര്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. അൽഹംദുലില്ലാഹ്. ഇത് കേൾക്കേണ്ട താമസം സിദ്ദീഖ് തങ്ങൾ അൽഹംദുലില്ലാഹ് അത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് സന്തോഷമുണ്ട്. ഒരു കാര്യം അള്ള ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 2-3 ദിവസം വസ്ത്രമില്ലാതെ കഷ്ടപ്പെട്ടു പോയില്ലേ? 2-3 ദിവസം ഞാൻ നിങ്ങളെ പരീക്ഷിച്ചു, വസ്ത്രമില്ലാതെ പ്രയാസപ്പെട്ടു പോയില്ലേ? ആ സമയത്ത് അള്ളയായ എന്നോട് എന്തെങ്കിലും വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? അള്ളയാ എന്നോട് എന്തെങ്കിലും വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? എന്നോട് ഇഷ്ടക്കേട് വന്നിട്ടുണ്ടോ എന്ന് അള്ളാഹു തആല ചോദിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചു. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞു പോയി സിദ്ദീഖ് തങ്ങൾ. പൊട്ടിക്കരഞ്ഞ ആകാശ ലോകത്തേക്ക് തന്റെ 2 കണ്ണും ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവേ ഇന്നി റാദിൻ അൻക, എനിക്ക് പരിശുഷ്ടാണ്. എന്നെ നീ എത്ര പരീക്ഷിച്ചാലും അല്ലാഹുവേ നിന്നെ വല്ലാത്ത പ്രണയ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എന്റെ സിദ്ദീഖിന്റെ ഈമാനും ലോകത്തിലുള്ള എല്ലാവരുടെ ഈമാനും മറ്റൊരു തട്ടിൽ വെച്ചാലും എന്റെ സിദ്ദീഖിന്റെ ഈമാന്റെ അയലോകത്തേക്ക് പോൽ മറ്റൊരു ആരുടെയും ഈമാൻ എത്തൂല എന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി. എന്റെ മനുഷ്യന്മാരെ ദീനിനു വേണ്ടി സകലതും കൊടുത്തു അല്ലാഹു തആല.